ഞങ്ങളെ അളവിടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ ദൈവമേ, എൻ്റെ ദൈവത്തെ വിളിപ്പാനും മഹത്വപ്പെടുത്താനും ഒരു സന്ധ്യയാമം കൂടെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന നല്ല സമയത്തിനായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ. യഹോവ വലിയവരല്ലോ, അത്ഭുതങ്ങളെ ചെയ്യുന്ന ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ മധ്യേ ഉള്ളതിനാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, ഞങ്ങളുടെ അവസ്ഥകളെ അറിയുന്ന ദൈവം, ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഞങ്ങളുടെ പൊന്നു പിതാവിൻ്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ. അടിയങ്ങളെ കുഞ്ഞാണ്ട് രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ. അടിയങ്ങൾ കടന്നു വന്നതുപോലെ അല്ല കർത്താവേ, ഒരു വലിയ കൊള്ള കൊണ്ട് കിട്ടിയവരെ പോലെ ഒരു വലിയ സന്തോഷം പ്രാപിച്ച് കടന്നു പോകാൻ എൻ്റെ ദൈവം അടിയങ്ങളെ സഹായിക്കുമാറാകുകയാണെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ദൈവം ഓരോരുത്തരെയും പരിപാലിക്കണേ. ഓരോരുത്തരുടെ ഹൃദയത്തോട് ദൈവം സംസാരിക്കുമാറാകുകയാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വരുവാൻ ആഗ്രഹിച്ച് വഴിയാത്രയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ തക്ക സമയത്ത് കടന്നു വന്ന് കർത്താവേ ഒന്നിച്ച് ദൈവത്തിന് നാമം ഉയർത്തുവാൻ എൻ്റെ ദൈവം സഹായിക്കുമാറാകുകയാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവെ പാട്ടിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഗാനങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ഒരു ആത്മീയ വർധനയ്ക്ക് കാരണമായി തീരുവാൻ എൻ്റെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവത്തിന് ആർപ്പിടുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകുകയാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ കൺവെൻഷൻ്റെ രണ്ടാമത്തെ ദിനം രാത്രിയിൽ കർത്താവെ ദൈവത്തിൻ്റെ ദാസനെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനമായി നിൽക്കുമ്പോൾ ആ ക്രൂശിൻ്റെ മറവിൽ നിന്നുകൊണ്ട് കർത്താവെ ആ ഭോജനം ഞങ്ങൾക്ക് വിളമ്പിത്തരുവാൻ തൻ്റെ ദാസനെ ബലപ്പെടുത്തുമാറാകുകയാണ്. സ്വർഗ്ഗ കൃപയാൽ ആ ആത്മാവിൻ്റെ നിറവിൽ നിറഞ്ഞു കർത്താവെ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുമ്പോൾ അത് അടിയങ്ങളെയൊക്കെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അത് 30, 60, 100 മേനിയായി വിളയുവാൻ ദൈവമേ അടിയങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് ഒരുക്കിയെടുക്കുമാറാകുകയാണെന്ന് പ്രാർത്ഥിക്കുന്നു. സകല കന്മഷങ്ങളെ നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഖിലാതിരെ തൈലം ഒന്ന് പൂശണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തിൻ്റെ അത്ഭുതകരം കണ്ട് സന്തോഷിപ്പാൻ, ആനന്ദത്തോടെ അഭിഷേകത്തോടെ നിൽപ്പാൻ അടിയങ്ങളെ സഹായിക്കുമാറാകുകയാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ ഈ മീറ്റിങ്ങിനെ ലീഡ് ചെയ്യുന്ന ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെ നയിക്കുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏറിയ ശക്തിയോടെ ബലത്തോടെ ദൈവം കൃപ പകരുമാറാകുകയാണെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്ക് സ്തോത്രം കർത്താവെ. വിട്ടുപോയ ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങളും എൻ്റെ കർത്താവിൻ്റെ സന്നിധി വയ്ക്കുന്നു. ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. മാനവും മഹത്വത്തിൽ നിന്ന് എടുക്കണമെന്ന് പുത്രനാഥാഴ്മയെ അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കണം പിതാവേ. ആമേൻ. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഈ സമയം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ സന്നിധി ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിൻ്റെ നന്മകളെ പ്രാപിപ്പാൻ ഈ യോഗങ്ങൾ നമുക്കൊരു മുഖാന്തരമാകട്ടെ എന്ന് പ്രത്യേകം ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തത തൻ്റെ ജനത്തോട് വളരെ വലുതാണ്. പലപ്പോഴും നാം ദൈവസന്നിധിയിൽ അവിശ്വസ്തരായിരുന്ന സമയങ്ങളിലും ദൈവത്തിൽ നിന്ന് ഏറെ പിന്മാറിപ്പോയ, ഏറെ ദൂരം ഓടിപ്പോയ സമയങ്ങളിലും ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മളോട് വളരെ വലുതായിരുന്നു. ഇസ്രായേൽ ജനം പാപം നിമിത്തം ദൈവത്തിൽ നിന്ന് വല്ലാണ്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. പാപനിമിത്തം അവർ വല്ലാണ്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയ സമയത്തും അവർ ഫറവോൻ്റെ ദേശത്ത് നിന്ന് തങ്ങളുടെ കനാൻ ദേശമായ വാഗ്ദത്ത ദേശത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വചനം ഇങ്ങനെ എഴുതുന്നു: ദൈവം അവർക്ക് പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നി തൂണായും വരുന്നു. അവിശ്വസ്തരായിരുന്ന സമയങ്ങളിലും മനസ്താപത്തോടെ, ഹൃദയ നുറുക്കത്തോടെ ദൈവത്തെങ്കിലേക്ക് തിരികെ വന്നാൽ ദൈവം കാക്കുവാനും ദൈവത്തിൻ്റെ വിശ്വസ്തത തൻ്റെ ജനത്തിന് അനുഭവിക്കുവാനും കഴിയും എന്നുള്ളത് വചനം നമ്മളെ തെളിയിക്കുന്നതാണ്. ആരെങ്കിലും എന്തുകൊണ്ട് ദൈവം എന്നോട് കോപിച്ചിരിക്കുന്നു, എന്തുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിൻ്റെ മുഖം എന്നോട് വാടിയിരിക്കുന്നു എന്നുള്ള ഹൃദയവേദനയോടുകൂടി ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആമേൻ. വചനം പറയുന്നു, മനസ്താപത്തോടെ മടങ്ങി വന്നാൽ നിങ്ങളെ ഉദ്ധരിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. അങ്ങനെ അർത്ഥം വരുന്ന ഒരു മനോഹരമായ ഗാനം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പാടുന്നു. രാത്രിയിലുള്ള നിൻ്റെ കരുതലിനും രാവിലെയുള്ള നിൻ്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ നാമമല്ലാതെ എന്ത് യോഗ്യത. ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തത
യോഗ്യത. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിലും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും. അല്പനേരത്തായി എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. അല്പനേരത്തേക്ക് അവൻ എന്നെ മറന്ന, കോപത്തോടെ തന്റെ മുഖം തിരിച്ചാൽ. അല്പനേരത്തേക്ക് അവൻ എന്നെ മറന്ന, കോപത്തോടെ തന്റെ മുഖം തിരിച്ചാൽ. മനം തിരിഞ്ഞു മടങ്ങി വന്നാൽ അരികിൽ വന്നാശ്വാസം പകരും അവൻ. മനം തിരിഞ്ഞു മടങ്ങി വന്നാൽ അരികിൽ വന്നാശ്വാസം പകരും അവൻ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും. എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. യേശുനാഥന്റെ വരവടുത്തുപോയി, മാനസാന്തരത്തിന്റെ സമയമായി. യേശുനാഥന്റെ വരവടുത്തുപോയി, മാനസാന്തരത്തിന്റെ സമയമായി. നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ, ധൈര്യത്തോടെ നിൽക്കാം ന്യായാസനത്തിൽ. നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ, ധൈര്യത്തോടെ നിൽക്കാം ന്യായാസനത്തിൽ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും. എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെ
നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് അടുത്തായി ഒരു തമിഴ് പാട്ട് ശ്രവിക്കാം. അതിൻ്റെ അർത്ഥം ചുരുക്കമായി ഞാൻ പറയാം. അബ്രഹാം മോറിയ മലയിൽ യാഗം കഴിക്കുവാൻ ഇസാക്കുമായി കടന്നുപോയി. പലപ്പോഴും ദൈവം നമ്മളെ കാണുന്നില്ല എന്നുള്ള ഒരു സന്ദർഭം നമ്മുടെ ജീവിതത്തിലും വന്നേക്കാം. അതുപോലെ അബ്രഹാം ഇസാക്കിനെ യാഗം കഴിക്കാനായിട്ട് പോയി അവസാന നിമിഷം കത്തിയെടുത്ത് യാഗം കഴിക്കുവാൻ തുടങ്ങുമ്പോഴാണ് ദൈവം വിളിക്കുകയും അപ്പുറത്ത് ആട്ടിൻകുട്ടി കിടക്കുന്നതായിട്ട് കണ്ടത്. അങ്ങനെ അവർ യാഗം കഴിച്ച് തിരിച്ചു പോരുന്ന ഒരു രംഗവും. അടുത്തത് യേശു കപ്പലിൻ്റെ അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങുമ്പോൾ കാറ്റും കടലും അധികമായി വന്ന് തിരകളാൽ കപ്പൽ മുങ്ങുമാറായ സമയത്തും അവർ വിചാരിച്ചു കപ്പലിപ്പോൾ മുങ്ങിപ്പോകും, നമുക്ക് അക്കരയ്ക്ക് പോകാൻ കഴിയില്ല എന്നുള്ള സാഹചര്യത്തിൽ കർത്താവിനെ ഉണർത്തുകയും യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുകയും ചെയ്തു. ആ നിമിഷം അപ്പോൾ തന്നെ അത് അടങ്ങുകയും ചെയ്തു. അങ്ങനെ അവർ സന്തോഷത്തോടെ അപ്പുറം കടന്നുപോയി. അതുപോലെ എമ്മുവേസിലേക്ക് ശിഷ്യന്മാർ കടന്നുപോയപ്പോൾ യേശു മരിച്ച് ഉയർത്തെഴുന്നതിന് ശേഷം എമ്മുവേസിലേക്ക് അവർ കടന്നുപോയപ്പോൾ യേശുവും കൂടെ പോയി. യേശു കാണാത്ത അവരുടെ ഗ്രാമത്തോടടുത്തപ്പോൾ കാണാത്ത പോലെ മുമ്പോട്ട് പോയപ്പോൾ അവരുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയും അവരോടൊന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്തതിന് ശേഷമാണ് അവർ കണ്ണ് തുറന്ന് അത് യേശുവാണെന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ കണ്ണിന് മറയുകയുണ്ടായി. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ മുമ്പോട്ടുള്ള ഒരു സ്റ്റെപ്പ് എങ്ങനെ വയ്ക്കും, നമ്മുടെ കഷ്ടത എങ്ങനെ മാറും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് അതിന്മേൽ അവസാന നിമിഷം മറ്റാരും ആശ്രയിക്കാനില്ലെങ്കിലും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വഴികളെ തുറക്കും. അവസാന നിമിഷത്തിന് വേണ്ടി കർത്താവ് വഴികളെ തുറക്കുന്ന ദൈവമാണ്. അങ്ങനെ അർത്ഥം വരുന്ന ഒരു ഗാനമാണ് അപ്പുറം പോകരവർ പോലെ കാണപ്പെട്ടാലും യേശു ഉന്മീത് നോക്കുമായുള്ളോർ നിലവെല്ലാം അവർ അറിവാൾ എന്നുള്ള പാട്ട് ഇവിടെ പാടുന്നു. യേശു അപ്പുറം പോകരവർ പോലെ കാണപ്പെട്ടാലും യേശു ഉന്നീത് നോക്കമായുള്ള ഉന്നീതമെല്ലാം അവരറിവാ, ഉന്നീത് നോക്കമായുള്ള ഉന്നീതമെല്ലാം അവരറിവാ. കാക്കിன்றவர் ഉരുവാക്കിன்றவர் തോളിന്മേൽ സുമக்கின்றவர், காக்கின்றவர் உருவாக்கின்றவர் தோளின்மேல் சுமக்கின்றவர், தோளின்மேல் சுமக்கின்றவர்.
അപ്പുറം പോകരവർ പോലെ കാണപ്പെട്ടാലും യേശു ഉന്നീത് നോക്കമായുള്ള ഉന്നീതമെല്ലാം അവരറിവാ ഉന്നീത് നോക്കമായുള്ള ഉന്നീതമെല്ലാം അവരറിവാ കാക്കിன்றവർ ഉരുവാക്കിன்றവർ തോളിന്മേൽ സുമക്കിன்றവർ കാക്കിன்றവർ ഉരുവാക്കിன்றവർ തോളിന്മേൽ സുമക്കിன்றവർ തോളിന്മേൽ സുമക്കിன்றവർ അവർ കാണാതവർ പോലെയുണ്ട കപ്പലിൻ അടിത്തട്ടിലിൽ അവർ കാണാതവർ പോലെയുണ്ട எழுந்து வந்தார் அகற்றி சென்றார் அக்கறை கடந்து சென்றார் எழுந்து வந்தார் அகற்றி சென்றார் அக்கறை கடந்து சென்றார் அப்புறம் போகிறவர் போலே കാണപ്പെട്ടാലും യേശു അപ്പുറം പോകരവർ പോലെ കാണപ്പെട്ടാലും യേശു ഉന്നീത് നോക്കമായുള്ള ഉന്നീതമെല്ലാം അവരറിവാ ഉന്നീത് നോക്കമായുള്ള ഉന്നീതമെല്ലാം അവരറിവാ കാക്കിன்றവർ ഉരുവാക്കിன்றവർ തോളിന്മേൽ സുമക്കിன்றവർ കാക്കിன்றവർ ഉരുവാക്കിன்றവർ തോളിന്മേൽ സുമക്കിன்றവർ കാക്കിன்றവർ ഉരുവാക്കിன்றവർ തോളിന്മേൽ സുമക്കിன்றവർ കാക്കിன்றവർ ഉരുവാക്കിன்றവർ തോളിന്മേൽ സുമക്കിன்றവർ തോളിന്മേൽ സുമക്കിன்றവർ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ മഹത്വമുള്ള നാമത്തെ ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വീണ്ടും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ക്രമീകരിക്കുകയും ചെയ്തതായ കൺവെൻഷൻ്റെ രണ്ടാമത്തെ രാത്രിയിലും ഞങ്ങൾക്ക് സന്തോഷത്തോടെ അങ്ങയുടെ സ്ഥലം ഒരുമിച്ച് കൂടി വന്ന് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, തിരുവായ മൊഴികളെ ശ്രവിപ്പാനായി അങ്ങയുടെ പാതപീഠത്തിലായിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് തരുന്ന അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും അങ്ങേ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവെ, ഇന്ന് പകലിലും ഞങ്ങളായിരുന്ന ഇടങ്ങളിൽ അങ്ങയുടെ പരിപാലനവും അങ്ങയുടെ ദയയും കരുണയും ഒക്കെ ഞങ്ങളോട് കൂടെ ഇരിക്കുകയും ഞങ്ങളുടെ ജോലി കാര്യങ്ങളിൽ, ഞങ്ങളുടെ യാത്രകളിൽ, ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിലൊക്കെ കർത്താവെ അങ്ങയുടെ കരം ഞങ്ങൾക്ക് അനുകൂലമായിരിക്കുകയും ചെയ്ത് സന്തോഷത്തോടെ അങ്ങയുടെ സ്ഥലം കടന്നു വരുവാൻ എക്കണം ഞങ്ങളെ പ്രാപ്തരാക്കി അവിടുത്തെ കൃപയ്ക്കായി, അവിടുത്തെ കരുണയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിൽ നീക്കും സ്ഥിരമായ ദൈവത്തിൻ്റെ വചനം നിരാത്തിലും കേൾപ്പാൻ്റെ വേണം അതിവാഞ്ചയോടെ കർത്താവ് ഞങ്ങൾ അങ്ങയുടെ സ്ഥലം കടന്നു വന്നിരിക്കുന്നു. കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഞങ്ങളുടെ ജീവിതയാത്രയിൽ കർത്താവെ മുൻപോട്ട് പോകുവാൻ വഴി ഇല്ലാതെ ഞങ്ങൾ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ, ഹല്ലേലൂയ, ആരുടെയും മനസ്സിൽ തോന്നാത്ത നിലയിൽ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വഴികളെ തുറന്ന് ഞങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന ദൈവം, ഹല്ലേലൂയ, ഞങ്ങളുടെ നായകനായി ഞങ്ങളുടെ മുമ്പിലുള്ളതിനാൽ കർത്താവെ ഞങ്ങൾക്ക് വിശ്വാസത്തോടെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങളെ ആഹ്വാനം ചെയ്തല്ലോ. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തുന്നു. കർത്താവെ, രാത്രി നിന്റെ ദാസനിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം അത് ജീവനും ചൈതന്യമുള്ളതാണ്. ഹല്ലേലൂയ. ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്, പ്രാണനെയും സത്യപഞ്ചകളെയും വിടുവിക്കും വരെ തുളച്ചില്ലെന്നതാണ്. ഹല്ലേലൂയ. കർത്താവെ, രാത്രി ഞങ്ങൾ വചനം കേൾക്കുമ്പോൾ അത് ഞങ്ങൾ ഹൃദയങ്ങൾ ക്രിയ ചെയ്യുവാൻ, ഹല്ലേലൂയ, അത് ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ, ദൈവസന്നിധിയോടെ കർത്താവ് ഒരു പടി കൂടെ അടുത്ത നിലയിലേക്ക് മുൻപോട്ട് വരുവാൻ വേണം ഞങ്ങളെല്ലാവരെയും രാത്രി കാലം അവിടുന്ന് സഹായിക്കുമാറാകണം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ജീവിതത്തിൽ, ഹല്ലേലൂയ, ശാരീരികമായി, മാനസികമായി, ആത്മീയമായി ഒക്കെ കർത്താവെ ധൈര്യം പ്രാപിപ്പാൻ, ശക്തി പ്രാപിപ്പാൻ, വിടുതൽ പ്രാപിപ്പാൻ, അനുഗ്രഹം പ്രാപിപ്പാൻ ഒക്കെ വേണം ഇന്ന് രാത്രിയിലും ദൈവവചന ശുശ്രൂഷ കർത്താവെ മുഖാന്തരമാക്കി തീർക്കുമാറാകണം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ,
അങ്ങേക്ക് ഞങ്ങളോട് അറിയിപ്പാനുള്ളത്. ഹല്ലേലൂയ. ഇതിനകത്ത് ഈ കാലവും അങ്ങയുടെ ദാസനിൽ കൂടെ ഞങ്ങളെ കേൾപ്പിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനാൽ ഞങ്ങളുടെ ദാസനെ കർത്താവേ അവിടുത്തെ ആത്മാവിനാൽ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെട്ടവനായി ഹല്ലേലൂയ ഇന്ന് രാത്രി കാലം കർത്താവേ ഞങ്ങളോട് സംസാരിക്കുകയും അത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവേ അത് ഗുണമായി തീരുവാൻ, അനുഗ്രഹമായി തീരുവാൻ, ബലമായി തീരുവാൻ, ശക്തിയായി തീരുവാൻ, രൂപാന്തരമായി തീരുവാൻ കർത്താവ് ഇടയാക്കി തീർക്കുമാറാകണം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതിനായി അടികളെല്ലാവരും ഒരു പ്രാവശ്യം കൂടെ കർത്താവെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ ഞങ്ങൾക്ക് ഇന്ന് രാത്രി കാലവും വീണ്ടും വെങ്കടേശനിൽ പാടി സന്തോഷിപ്പാൻ, ഹല്ലേലൂയ ആത്മ നിറവിളങ്ങി ആരാധിപ്പാൻ കർത്താവെ ഞങ്ങൾക്ക് ഇടയാക്കുമാറാകണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. തിരുസന്നിധിയിൽ കർത്താവ് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങളേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാടേ. നഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും നായകൻ കൂട്ടാളിയാടേ. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ, ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ, സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമേ കൂട്ടാളിയാടേ. സഹോദരൻ
അതുപോലെ നമ്മുടെ ഇബ്രായിൽ നിന്ന് പ്രിയ തമ്പി പാസ്റ്റർ ഫാമിലി ഇന്ന് രാത്രി നമ്മുടെ മധ്യയായിരിക്കുന്നു. പ്രിയ തോമസ് ബ്രദർ നമ്മുടെ മധ്യയുണ്ട്. പ്രിയപ്പെട്ടവരെ ഓർത്തും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ബർക്ക സഭയിലുള്ള ചില പ്രിയപ്പെട്ടവർ നമ്മോട് ഒരുമിച്ചായിരിക്കുന്നു. മറ്റ് അയൽ സഭകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുമൻ പാസ്റ്ററെ ഓർത്ത് കർത്താവിന് സ്തോത്രം. അങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുകയാണ്. നമ്മുടെ ഗാന ശുശ്രൂഷയ്ക്ക് അനുഗ്രഹീത നേതൃത്വം നൽകുന്ന നമ്മുടെ സഹോദരന്മാർ, സഹോദരിമാർ, പ്രിയപ്പെട്ടവർക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള സമയം ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലും കേട്ടതുപോലെ ആമേൻ, സ്തോത്രം. ആമേൻ, നമുക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു കർത്താവുണ്ട്. ആമേൻ, പാപങ്ങളുടെ മേൽ അധികാരമുള്ള ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. തൻ്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. സകലത്തിൻ്റെ മേലും അധികാരമുള്ളവൻ നാം സേവിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം. ആമേൻ, ഇന്ന് രാത്രിയിലും ആമേൻ, സ്തോത്ര ദൈവവചന ശുശ്രൂഷയുടെ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. വളരെ ബഹുമാനത്തോടെ കർത്താവിൻ്റെ ദാസനെ ദൈവവചന ശുശ്രൂഷയ്ക്കായി മുമ്പോട്ട് ക്ഷണിക്കുന്നു. കർത്താവിന് മഹത്വം. വളരെ അനുഗ്രഹീതമായിട്ടുള്ള നമ്മുടെ കൺവെൻഷൻ്റെ രണ്ടാമത്തെ ദിവസം കർത്താവിൻ്റെ പരിശുദ്ധമായ പാദപീഠത്തിൽ നമുക്ക് ചേർന്ന് വരുവാൻ കർത്താവ് ഒരുക്കിയ അനുഗ്രഹീതമായിട്ടുള്ള സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ധന്യനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ ബഹുമാന്യ കർത്താവിൻ്റെ ദാസന്മാർക്കും ദൈവമക്കൾക്കും ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവത്തിൻ്റെ ദാസൻ പാസ്റ്റർ എ.വൈ. തോമസ്, ദൈവസഭയുടെ വിവിധ നിലകളിൽ ചുമതലകൾ വഹിക്കുന്ന പ്രിയപ്പെട്ടവർ, മറ്റ് അനുഗ്രഹീതരായിട്ടുള്ള ദൈവത്തിൻ്റെ ദാസന്മാർ, ഇന്ന് നമ്മോടുകൂടെ ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കുഞ്ഞൻ പാസ്റ്റർ ബർക്കയിൽ നിന്ന് വന്ന കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ദാസൻ, എല്ലാവർക്കായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വരാം. ദൈവസാന്നിധ്യത്തിൻ്റെ മുൻപിൽ ഇന്ന് രാത്രി നാം ആയിരിക്കുന്നു. എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായ ജനമാണ് നാം. കാരണം എന്തുമാത്രം ദൈവത്തിൻ്റെ വചനം നമുക്ക് കേൾക്കുവാൻ ദൈവം അവസരം നൽകിയിരിക്കുന്നു. ലോകത്തിൽ എത്രയോ ആളുകൾക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ ലഭിക്കാതെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം വീണ്ടും വീണ്ടും കേൾക്കുവാൻ ദൈവം ഈ രാജ്യത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടതായ സഭകൾ, കൂടിവരവുകൾ, ആരാധനകൾ ഒക്കെ നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാജ്യത്തിൻ്റെ നന്മകൾ അനുഭവിക്കുമ്പോൾ ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മളെല്ലാവരും കടപ്പെട്ടവരാണ്, നാം പ്രാർത്ഥിക്കുന്നവരാണ്. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനം നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ആവർത്തനം അത് അരോചകത്വം അല്ല. ആവർത്തിച്ച് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ആവർത്തനം ആധികാരികതയുടെ ഉറപ്പാണ്. റെപ്പിറ്റീഷൻ ഈസ് എ പ്രൂഫ് ഓഫ് അഫർമേഷൻ ഓഫ് അവർ ഫെയ്ത്ത്. നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ വചനം സത്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത് ആവർത്തിച്ച് പ്രസംഗിക്കുന്നത്. സത്യമല്ലെങ്കിൽ ഒരു പ്രസംഗം തന്നെ ആവർത്തിച്ച് എത്ര പേർക്ക് കേൾക്കാൻ കഴിയും? അതുകൊണ്ട് ആവർത്തനം ആധികാരികതയുടെ ഉറപ്പാണ്. ദൈവത്തിൻ്റെ വചനം വീണ്ടും വീണ്ടും കേൾക്കും തോറും ഇത് അഫേം ചെയ്യുകയാണ്, ഉറപ്പിക്കപ്പെടുകയാണ്, അരക്കിട്ട് ഉറപ്പിക്കപ്പെടുകയാണ്. ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൽ അനേക പുസ്തകങ്ങൾ ഉണ്ട്. നമ്മൾ വായിക്കുന്ന പുസ്തകം, there are many books that we read. നമ്മൾ വായിക്കുന്ന അനേക പുസ്തകങ്ങൾ ലോകത്തിലുണ്ട്.
But there is only one book, the book that reads me. എന്നെ വായിക്കുന്ന ഒരേ ഒരു പുസ്തകം അത് വിശുദ്ധ ബൈബിളാണ്. അനേക പുസ്തകങ്ങൾ ലോകത്തിലുണ്ട്, നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ. പക്ഷെ നമ്മളെ വായിക്കുന്ന പുസ്തകം ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ പുസ്തകം കരങ്ങളിൽ എടുക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി എന്നുള്ളത് എത്രയോ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. ഈ പുസ്തകത്തെ ആരുയർത്തിയിട്ടുണ്ടോ അവരെയൊക്കെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. ലോകത്തിൽ ഏറ്റവും അധികം എതിർപ്പുകൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ളത് വിശുദ്ധ ബൈബിളിനാണ്. ശത്രുവിൻ്റെ യാവനാഴിയിലെ അവസാനത്തെ അസ്ത്രം ഉപയോഗിച്ച് വേദപുസ്തകത്തെ വിമർശനത്തിൻ്റെ ചക്കിലിട്ട് ചതച്ചരച്ച് ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയാൻ കച്ചകെട്ടി ഇറങ്ങിയ പലരും ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ മരിച്ചു മൺമറഞ്ഞു പോയി. എന്ന ദൈവത്തിൻ്റെ വചനം ഇന്നും അതിൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി ദൈവമക്കളെ, നമുക്ക് ഈ കർത്താവിൻ്റെ വചനത്തെ പ്രസംഗിക്കാൻ, കേൾക്കാൻ, ഉയർത്തുവാൻ ദൈവം നൽകിയ കൃപ എത്ര വലിയതാണ്. നമുക്ക് വചനത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വരാം. ഇന്ന് രാത്രിയിൽ നിങ്ങളോട് സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരണ നൽകിയതും ദൈവസന്നിധിയിൽ നിന്ന് സമയങ്ങളൊക്കെയും പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുവാൻ ദൈവം കൃപ നൽകി. നിങ്ങളെ എല്ലാവരെയും പേരെടുത്ത് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും സഭയുടെ ദൈവമക്കളെ എല്ലാവരെയും ഓർത്ത്, അല്ലെങ്കിൽ സഭയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത്, വേദനയിലും രോഗങ്ങളിലും പ്രതിസന്ധികളിലും ജോലി സംബന്ധമായ വിഷയങ്ങളിലും കുടുംബജീവിതത്തിലും കുഞ്ഞുങ്ങളുടെ ഭാവി സംബന്ധമായ കാര്യങ്ങളിലും ആത്മീയ ഭൗതിക മേഖലകളിലൊക്കെ ഒത്തിരി വേദനകൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നിങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ കുറച്ച് സമയം ദൈവം അവസരം നൽകി. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ പ്രേരണ തന്ന ഏറ്റവും അറിയാവുന്ന വചനഭാഗമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 വാക്യങ്ങൾ, 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. സ്തോത്രം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവിൻ്റെ സ്തോത്രം. കർത്താവേ, അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കേണ്ടതിനായിട്ട് സ്തോത്രം. ദൈവശബ്ദത്തിനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കുമാറാകണം. അടിയനെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കൃപ കൂടിയിരിക്കണം. പരിശുദ്ധാത്മാവ് ശക്തിയും ബലവും നൽകേണ്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം നമുക്കേറെ പരിചയമുള്ള വചനമാണ്. അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അവസാനത്തെ സമയത്തോടുള്ള ബന്ധത്തിൽ ക്രൂശിലേക്ക് കർത്താവ് പോകുന്നതിന് അവിടുത്തെ ഇഷ്ടം, ദൈവപിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ ദൈവപുത്രൻ എന്തിന് ലോകത്തിൽ വന്നോ ആ ക്രൂശ് മരണത്തിന് വേണ്ടി കർത്താവ് തയ്യാറെടുക്കുന്നതായിട്ടുള്ള സമയം. ഏറ്റവും ഒടുവിലായിട്ട് ശിഷ്യന്മാരോട് ഒപ്പം മാളികമുറിയിൽ അന്ത്യത്താഴം കഴിഞ്ഞ് കർത്താവ് ക്രൂശിലേക്ക് പോകുകയാണ്. ആ ഫൈനൽ അഡ്രസ്, അല്ലെങ്കിൽ അവസാനത്തെ ആ നിമിഷങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. കർത്താവിൻ്റെ അവസാനത്തെ വാക്കുകൾ, അല്ലെങ്കിൽ മാളികമുറിയിലെ പ്രഭാഷണം എന്നറിയപ്പെടുന്ന അപ്പർ റൂം ഡിസ്കോഴ്സാണ് യോഹന്നാൻ്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങൾ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധാരാളം പ്രസംഗങ്ങൾ ദൈവവചനത്തിലുണ്ട്. എങ്കിലും പ്രസിദ്ധമായിട്ട് ദൈവദാസന്മാർ പഠിപ്പിക്കുമ്പോൾ പറയുന്നത് ഒന്ന് യേശു ക്രിസ്തുവിൻ്റെ മൗണ്ട് സർമൺ, ഗിരിപ്രഭാഷണം എന്നുള്ളതാണ്. മത്തായി 5, 6, 7 അധ്യായങ്ങൾ നമ്മൾ വായിക്കുന്ന യേശു കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം, ഒന്നാമത്തെ പ്രസംഗം. രണ്ടാമത് കർത്താവായ യേശു ക്രിസ്തു ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ച 7 ഉപമകളും അതിനോടുള്ള ബന്ധത്തിലുള്ള സന്ദേശം മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിലെ പ്രസംഗമാണ്. മൂന്നാമത് മാളികമുറിയിലെ ഈ പ്രഭാഷണം. നാലാമത് ഒലിവുമലയിൽ ഉള്ളതായ കർത്താവിൻ്റെ 2ാം വരവിനെക്കുറിച്ച് കർത്താവ് നടത്തിയ പ്രസംഗം മത്തായി സുവിശേഷം 24-ാം അധ്യായം, ലൂക്കോസ് 22, മർക്കോസ് 13 അധ്യായങ്ങളിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ഒലിവുമലയിലെ കർത്താവിൻ്റെ പ്രഭാഷണമാണ്. ഈ 4 പ്രഭാഷണങ്ങൾ വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് അറിവുള്ളവരാണ്. യോഹന്നാൻ വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണകോണിൽ നിന്നാണ് തൻ്റെ സുവിശേഷം എഴുതിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അറിയാം. സിനോപ്റ്റിക് ഗോസ്പൽസിൽ നിന്ന്
അതിൽ പെടാത്തതായിട്ടുള്ള സുവിശേഷമാണ്. സമവീക്ഷണ സുവിശേഷങ്ങളിൽ മാത്യു, മാർക്ക്, ലൂക്ക് 3 സുവിശേഷങ്ങൾ സിനോപ്റ്റിക് ഗോസ്പൽസിൽ പെടുമ്പോൾ യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതുന്നത് അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു ആംഗിളിലാണ്. യോഹന്നാന്റെ സുവിശേഷത്തെ സാധാരണ പറയുന്നത് സപ്ലിമെൻ്ററി ഗോസ്പൽ, പരിപോഷക സുവിശേഷം എന്നുള്ള നിലയിലാണ് ദൈവത്തിൻ്റെ ദാസന്മാർ പറയുന്നത്. മറ്റു സുവിശേഷങ്ങളിലൊക്കെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ളതായ ആഗമനം, കന്യാമറിയത്തിൽ ജന്മമെടുത്ത് ദാവീദിൻ്റെ കുടുംബത്തിലൂടെ കർത്താവ് വരുന്ന ഹ്യൂമാനിറ്റി, യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ജനനം പറഞ്ഞു തുടങ്ങുമ്പോൾ യോഹന്നാൻ അത് പറയാൻ നിൽക്കുന്നില്ല. ഈ ഭൂമിയിൽ യേശു ജന്മമെടുത്ത കാര്യം പറയാൻ തുടങ്ങാതെ യേശു ക്രിസ്തുവിൻ്റെ മുൻകാല നിത്യതയിലെ പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് അവിടം തുടങ്ങിയാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത്. ഈ ഭൂമിയിലെ ആരംഭമല്ല. അതായത് 2000 വർഷങ്ങൾക്ക് മുൻപ് ബേത്ലഹേമിൽ കർത്താവ് കന്യാമറിയത്തിൻ്റെ സുതനായി ജനിച്ച ആ കാര്യം പറഞ്ഞു തുടങ്ങാതെ യോഹന്നാൻ ആരംഭിക്കുന്നത് അങ്ങ് നിത്യതയിൽ നിന്ന് ലോകത്തെ ഒക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പിട്ട്, ഉലകം ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണം കൊണ്ട് ഉരുവാക്കുന്നതിനൊക്കെ മുമ്പിട്ട് അങ്ങ് നിത്യതയിൽ ഉണ്ടായിരുന്ന ക്രിസ്തുവിനെ പറഞ്ഞിട്ടാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അത് പറഞ്ഞ് പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പൂർവ്വകാല നിത്യതയിൽ നിന്നാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത്. ഈ സുവിശേഷത്തിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അപ്പോസ്തലൻ പറയുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ അനവധിയാണ്. എന്നാൽ യോഹന്നാൻ പ്രധാനമായും 7 അത്ഭുതങ്ങളെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ അപ്പോസ്തലന് അവിടെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, ഇത് എഴുതിയിരിക്കുന്നത് എന്തിനാണ്? യേശു ക്രിസ്തുവും ദൈവപുത്രനെന്ന്, യേശു ദൈവപുത്രൻ ക്രിസ്തു എന്ന് എല്ലാവരും വിശ്വസിക്കണം. എല്ലാവരും വിശ്വസിച്ചിട്ട് നിത്യജീവൻ ഉണ്ടാകേണ്ടതിനാണ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത് എന്ന് യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് അവസാനമായി പ്രസ്താവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സുവിശേഷത്തിൻ്റെ പ്രസക്തമായിട്ടുള്ള ലക്ഷ്യം, പർപ്പസ് എന്താണെന്ന് യോഹന്നാൻ പറയുന്നു. യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് വിശ്വസിക്കുകയും അവനിൽ വിശ്വസിച്ചിട്ട് എല്ലാവരും നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യണം. രാത്രിയിൽ ഞങ്ങൾക്ക് പ്രസംഗിക്കാനുള്ള ദൈവത്തിൻ്റെ വചനം നിത്യജീവൻ്റെ വചനമാണ്. ഹല്ലേലൂയ. 14-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിശ്രേഷ്ഠമായിട്ടുള്ള നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 5 വാഗ്ദത്തങ്ങളെ കുറിച്ചാണ് ഇന്ന് രാത്രി നാം ചിന്തിക്കുവാൻ പോകുന്നത്. 14-ാം അധ്യായത്തിൽ നിന്ന് നമ്മുടെ കർത്താവ് ശിഷ്യന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, കർത്താവ് അവസാനം ഹല്ലേലൂയ അവരോട് വിടവാങ്ങുന്ന ഒരു സമയമാണ്. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ടവർ, ഏറ്റവും അടുത്ത വർഷങ്ങളായി നമ്മുടെ സ്നേഹബന്ധത്തിലും സഹകരിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ അവസാന സമയത്ത് നമ്മൾ വിടവാങ്ങുന്നതായിട്ടുള്ള സമയം അല്പം വേദനാജനകമായിട്ടുള്ള അന്തരീക്ഷമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 33 വയസ്സ് വരെയും ഈ ഭൂമിയിൽ ജീവിച്ച് 3.5 വർഷം ശിഷ്യന്മാരുമായിട്ട് കർത്താവ് ദൈവരാജ്യം പ്രസംഗിക്കുകയും നാടെങ്ങും നടന്ന് നന്മ സുവിശേഷിക്കുകയും ചെയ്തു. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. കുരുടർക്ക് കാഴ്ച കൊടുത്തു, കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്തു, ഭൂതപ്രേത പിശാചുക്കളെ തൻ്റെ അധികാരം കൊണ്ട് കീഴടക്കി. കടലലകളിൽ മേൽ കർത്താവ് നടന്നു. 5 അപ്പം കൊണ്ട് 1000-ങ്ങളെ കർത്താവ് പോഷിപ്പിച്ചു. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമാപനത്തിലേക്ക് കർത്താവ് വരികയാണ്. ശിഷ്യന്മാരുടെ ഹൃദയം നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. നാഥൻ അവരെ വിട്ടുപോകുന്നു. ഉള്ളം പിടയുന്നതായിട്ടുള്ള സമയമാണ്. ഉള്ളുപൊള്ളുന്ന ഒത്തിരി ചോദ്യങ്ങൾ അവരുടെ മുൻപിലുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ പോകുകയാണ്. ഞാൻ എവിടേക്ക് പോകുകയാണ്? കർത്താവ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടതായിട്ടുള്ള വേദഭാഗത്തിൽ തുടങ്ങുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ എന്നിൽ വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിലും നിങ്ങൾ വിശ്വസിപ്പീൻ. ഞാൻ നിങ്ങൾക്കായിട്ട് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയിട്ട് ഞാൻ വേഗം വരും, നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കുവാൻ തക്കവണ്ണം. കർത്താവ് അരുമനാഥൻ നൽകിയതായിട്ടുള്ള ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള വാഗ്ദത്തമാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു.
ആ നിത്യമായിട്ടുള്ള ഭവനം കർത്താവ് ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ കർത്താവിടെ പറയുമ്പോൾ ഞാനിതാ ക്രൂശിലേക്ക് പോകുകയാണ്, നിങ്ങൾക്ക് ആദ്യം ഞാൻ സ്ഥലമൊരുക്കാൻ പോകുന്നത് ക്രൂശിലാണ്. പ്രിയപ്പെട്ടവരെ, ക്രൂശിൽ സ്ഥലമൊരുക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയുള്ളൂ, എങ്കിൽ മാത്രമേ ആ നിത്യഭവനത്തിലേക്ക് നമുക്ക് പോകുവാൻ കഴിയുള്ളൂ. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുകയാണ്, നേരെ ക്രൂശിലേക്ക്. ക്രൂശിൽ ഞാൻ യാഗമാകാൻ പോകുകയാണ്, ഞാൻ മനുഷ്യവർഗത്തിന് വേണ്ടി എൻ്റെ രക്തം ചിന്താൻ പോകുകയാണ്, ഞാൻ ക്രൂശിൽ സ്ഥലമൊരുക്കാൻ പോകുന്നു നിങ്ങൾക്ക് വേണ്ടി. ആ വാക്കുകൾ ആണ്, പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ഈ സന്ദേശം ആരംഭിക്കുന്നത്. ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള 5 വാഗ്ദത്തങ്ങളെക്കുറിച്ച് നാം ഒരുമിച്ച് വചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുകയാണ്. ഇന്ന് ലോകത്തിലെ മനുഷ്യൻ്റെ മനസ്സ് എല്ലാവിധത്തിലും അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ ക്രൂഷ്യൽ ടൈമിലാണ് നമ്മൾ ജീവിക്കുന്നത്. വല്ലാത്ത പ്രശ്നങ്ങൾ, ലോകത്തിൽ ക്രൈസിസുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മനുഷ്യന് ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അവരുടെ ഹൃദയത്തിൽ ഒത്തിരി ആശങ്കകളും ഉത്കണ്ഠകളും ഒക്കെയുണ്ട്, ഒത്തിരി നൊമ്പരങ്ങൾ ഉണ്ട്. സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ വചനം അതിനൊക്കെയും മറുപടി നമുക്ക് നൽകുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം കഴിയും. മനുഷ്യന് എത്ര സമൃദ്ധിയുണ്ടെന്ന് പറഞ്ഞാലും, മനുഷ്യൻ ലോകത്തിൽ എന്തെല്ലാം നേടി എന്ന് പറഞ്ഞാലും, അതൊന്നും അവൻ്റെ ജീവൻ്റെ ആധാരം ആയിരിക്കുന്നില്ല എന്നുള്ളതാണ്. എ മാൻസ് ലൈഫ് ഡസൻറ്റ് കൺസിസ്റ്റ് ഇൻ ദി അബണ്ടൻസ് ഓഫ് ഹിസ് പൊസിഷൻ. ലൂക്കോസിന് സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, മനുഷ്യന് എത്ര സമൃദ്ധി ഉണ്ടെന്ന് പറഞ്ഞാലും, എന്തുമാത്രം കാര്യങ്ങൾ ലോകത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാലും, അതൊന്നും ജീവൻ്റെ ആധാരമായിരിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും, ലോകത്തിലെ എല്ലാ നേട്ടങ്ങളും ഒന്നും മനുഷ്യന് യഥാർത്ഥമായ സമാധാനം നൽകുന്നില്ല, അത് ജീവൻ്റെ ആധാരമായിരിക്കുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞ വചനം നമുക്ക് ഓർക്കുവാൻ കഴിയും. എല്ലാ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ഒരു ശൂന്യതയുണ്ട്. എത്ര വലിയ മനുഷ്യനാണെന്ന് പറഞ്ഞാലും മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരു ശൂന്യതയുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ആൻ എംപ്റ്റി ഗോഡ് ഷേപ്ഡ് വാക്യൂം എന്ന് ആണ് ഡോക്ടർ പാസ്കൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദൈവാകൃതിയിൽ ഉണ്ടാക്കപ്പെട്ട ഒരു ശൂന്യത മനുഷ്യനുണ്ട്. ആ ശൂന്യത നികത്തുവാൻ ലോകത്തിലെ ആർക്കും സാധ്യമല്ല. ഒരു മനുഷ്യനും ആ ശൂന്യത നികത്തുവാൻ സാധ്യമല്ല, യേശു ക്രിസ്തുവിന് അല്ലാതെ. There is an essential emptiness in every life വിത്തൗട്ട് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ കൂടാതെ ആ ശൂന്യത നികത്തുവാൻ ആർക്കും സാധ്യമല്ല. ഓൺലി ഗോഡ് ക്യാൻ ഫിൽ ദാറ്റ് വാക്യൂം. ആ ശൂന്യത അത് ദൈവാകൃതിയിൽ ഉണ്ടാക്കപ്പെട്ട ഒരു ശൂന്യതയാണ്. ദൈവാകൃതിയിൽ ഗോഡ് ഷേപ്ഡ് വാക്യൂം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് സെയിന്റ് ഐസ്റ്റീൻ ഒരിക്കൽ പറഞ്ഞത്, കർത്താവേ, ഞങ്ങളുടെ ആത്മാക്കൾ അസ്വസ്ഥമാണ്, ഞങ്ങൾ അങ്ങയിൽ ആശ്വാസം കണ്ടെത്തുന്നത് വരെയും ഞങ്ങളുടെ ആത്മാക്കൾ അസ്വസ്ഥമാണ്. അവർ സോൾസ് ആർ റെസ്റ്റ്ലെസ് അണ്ടിൽ വി ഫൈൻഡ് റെസ്റ്റ് ഇൻ ദി എന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ശൂന്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ആ ശൂന്യത നികത്തുവാൻ ലോകത്തിലെ ഇസങ്ങൾക്ക് സാധ്യമല്ല, ലോകത്തിലെ മനുഷ്യന് സാധ്യമല്ല, കണ്ടുപിടുത്തങ്ങൾക്ക് സാധ്യമല്ല. ലോകത്തിലെ മനുഷ്യൻ നേടിയെടുത്ത യാതൊന്നിനും മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവാകൃതിയിൽ ഉണ്ടാക്കപ്പെട്ട ആ ശൂന്യതയെ മാറ്റുവാൻ സാധ്യമല്ല. ആമേൻ, സ്തോത്രം. അത് ദൈവത്തിന് മാത്രമേ ആ ശൂന്യത മാറ്റുവാൻ തക്കവണ്ണം സാധ്യമാകുകയുള്ളൂ. ആമേൻ, സ്തോത്രം. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം നൽകിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തങ്ങളിലേക്ക് നമ്മൾ ആമേൻ സ്തോത്രം കടന്നു വരികയാണ്. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. നിങ്ങളുടെ ആകുലതകൾ, നിങ്ങളുടെ ചിന്താകുലകൾ, നിങ്ങളുടെ ഹല്ലേലൂയ നൊമ്പരങ്ങൾ ഒക്കെ ദൈവത്തിൽ വയ്ക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് എത്ര നല്ല ഒരു മനഃശാസ്ത്രജ്ഞനാണ്. നമ്മുടെ കർത്താവ് എത്ര നല്ല ഒരു ഹൃദ്രോഗ വിദഗ്ധനാണ്. നല്ലൊരു കാർഡിയോളജിസ്റ്റാണ് നമ്മുടെ കർത്താവ്. നല്ലൊരു സൈക്കോളജിസ്റ്റാണ് നമ്മുടെ കർത്താവ്. മനുഷ്യ ഹൃദയത്തിൻ്റെ വേദനകൾ, നൊമ്പരങ്ങൾ. ഇന്ന് മെഡിക്കൽ സയൻസ് പറയുന്നത് മനുഷ്യൻ അനുഭവിക്കുന്ന രോഗങ്ങളിൽ 75% മനസ്സിൻ്റെ വേദനയിൽ നിന്ന് ഉണ്ടാകുന്നതാണെന്നാണ്. സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാരും മറ്റു ബുദ്ധിജീവികളും ഒക്കെ പറയുന്നത്. സൈക്കോസൊമാറ്റിക് ഡിസീസ് 75% രോഗങ്ങളും മനസ്സിലുണ്ടാകുന്ന വല്ലാത്ത
ആവശ്യമില്ലാത്ത ആ വേദനകളിൽ നിന്നും, ചിന്താകുലങ്ങളിൽ നിന്നും, ഭയത്തിൽ നിന്നും, ഉത്കണ്ഠകളിൽ നിന്നും ഒക്കെയാണ് മനുഷ്യന് രോഗങ്ങൾ ഉണ്ടാകുന്നത്. സൈക്കോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൈൻഡ്, സോമ, ബോഡി. അതുകൊണ്ട് മൈൻഡിൽ ഉണ്ടാകുന്നത് ബോഡിയിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ടാണ് ഇതിനെ സൈക്കോസൊമാറ്റിക് എന്ന് പറയുന്നത്. അതുകൊണ്ട് മനസ്സ് ശാന്തമാക്കുക, ഉള്ളം ശാന്തമാക്കുക, ഹൃദയത്തിൽ ശാന്തത ഉണ്ടാകുക. ആ ശാന്തമായിരിക്കുന്ന ഒരു മനസ്സാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ കർത്താവ് പറയുന്നതായിട്ടുള്ള ഈ വാക്കുകൾ ഓരോന്ന് നമ്മൾക്ക് ശ്രദ്ധിച്ചാൽ നമ്മുടെ കർത്താവ് എത്ര നല്ല ഒരു ഹൃദ്രോഗ വിദഗ്ധനാണ്, നല്ലൊരു കൗൺസിലറാണ് നമ്മുടെ കർത്താവ്. എത്ര ആശ്വാസത്തിൻ്റെ വാക്കുകളാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്. അവൻ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞു. ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിന്നിയവരും ചിതറിയവരുമായി മനുഷ്യനായിത്തീർന്നത് കണ്ടപ്പോൾ കർത്താവ് മനസ്സലിഞ്ഞു. ജീസസ് മൂഡ് വിത്ത് കമ്പാഷൻ. അത് നോക്കിയപ്പോൾ ഹല്ലേലൂയ, മനുഷ്യൻ പൊട്ടിത്തകർന്നിരിക്കുന്നു, സ്കാറ്റേഡ് ആയിരിക്കുന്നു, ഹല്ലേലൂയ, തകർന്നിരിക്കുന്നു, ആ ചിന്നിയവരും ചിതറിയവരുമായിട്ട് തീർന്നിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുക്കൽ വാ, കം അൺടു മീ, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. ഞാൻ നിങ്ങൾക്ക് തരാം സമാധാനം, ഞാൻ നിങ്ങൾക്ക് തരാം ആശ്വാസം, എൻ്റെ അടുക്കൽ നിങ്ങൾ വരൂ എന്ന് നമ്മുടെ കർത്താവ് പറയുവാനിടയായി തീർന്നു. കർത്താവ് ആദ്യമായിട്ട് സ്തോത്രം നൽകിയ 5 വാഗ്ദത്തങ്ങളിൽ നമ്മുടെ സന്ദേശത്തിൻ്റെ ഒരു ഓർഡർ നമുക്ക് ലഭിക്കേണ്ടതിന് ബാക്കിൽ നിന്ന് ഈ അധ്യായത്തിലെ ഏറ്റവും അവസാനത്തെ ഭാഗത്തു നിന്ന് നമ്മൾ റിവേഴ്സ് അല്ലെങ്കിൽ അതേ ആദ്യത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം ഈ സ്തോത്ര അധ്യായത്തിലെ 27-ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. കർത്താവ് നൽകിയ വാഗ്ദത്തങ്ങളിൽ ഇന്ന് ആദ്യം നമ്മൾ ചിന്തിക്കുന്നത്, കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല, ലോകത്തിന് തരുവാനോ എടുക്കുവാനോ കഴിയാത്തതായിട്ടുള്ള സമാധാനമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇന്ന് മനുഷ്യന് നഷ്ടപ്പെട്ടിരിക്കുന്നത് സമാധാനമാണ്. കുടുംബങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, സമൂഹങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രാജ്യങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആർക്ക് മനുഷ്യന് സമാധാനം തരുവാൻ കഴിയും? സമാധാന ഉടമ്പടികളൊക്കെ വെള്ളക്കടലാസിലെ വെള്ളത്തിൽ വരച്ച ജലരേഖകൾ പോലെ മാത്രം ആയിത്തീരുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്താണ് വേദപുസ്തകം പറയുന്ന സമാധാനം? നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ ക്രൂശിലേക്ക് പോകുകയാണ്, ഞാൻ നിങ്ങളെ വിട്ടു പോകുകയാണ്. സ്തോത്രം. അവർ ഹൃദയത്തിൽ കർത്താവിനോട് പല ചോദ്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. 14-ാം അധ്യായത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഞാൻ പോകുന്ന വഴി നിങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞപ്പോൾ തോമസ് അപ്പോസ്തലൻ ചോദിച്ചു, കർത്താവേ, നീ എവിടെ പോകുന്നു? ഞങ്ങൾ അറിയുന്നില്ല. കർത്താവ് പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. അത് കഴിഞ്ഞപ്പോൾ ഫിലിപ്പോസ് ചോദിച്ചു, കർത്താവേ, ദൈവത്തെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, അത് മതി. ദൈവത്തെ കാണണം, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. എല്ലാ മനുഷ്യൻ്റെ ആഗ്രഹം അതല്ലേ? ദൈവത്തെ കാണണം. ദൈവത്തെ കാണാൻ വേണ്ടിയല്ലേ മനുഷ്യരെല്ലാവരും അങ്ങ് പുണ്യസ്ഥലങ്ങളിൽ പോകുന്നത്, തീർത്ഥയാത്രകൾ നടത്തുന്നത്? ദൈവത്തെ കാണാൻ വേണ്ടിയാ. ദൈവത്തെ കാണിച്ചു തരണം, അത് മതി, അതാണ് ഏറ്റവും ഞങ്ങൾക്ക് വേണ്ടത് എന്ന് ഫിലിപ്പോസ് ചോദിച്ചപ്പം കർത്താവ് അതിനും മറുപടി കൊടുക്കുന്നു, എന്നെ കണ്ടവൻ ദൈവത്തെ കണ്ടിരിക്കുന്നു, എന്നെ കണ്ടവൻ ദൈവത്തെ കണ്ടിരിക്കുകയാണ്. അപ്പൊ ദൈവത്തെ കാണണമെങ്കിൽ യേശുവിനെ കണ്ടാൽ മതി. യേശുക്രിസ്തുവിനെ കണ്ടവൻ ദൈവത്തെ കണ്ട. ചില ആളുകൾക്ക് സംശയമുണ്ട്, യേശുക്രിസ്തു ദൈവമാണോ? ഒത്തിരി വിവാദങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. യേശുക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? യേശുക്രിസ്തു ദൈവമാണോ? ആമേ, വേദപുസ്തകം എത്രയോ ആധികാരികമായിട്ട് പറയുന്നു, എത്ര തെളിവുകളോടുകൂടി പറയുന്നു. കർത്താവ് പറഞ്ഞു, എന്നെ കണ്ടവൻ ദൈവത്തെ കണ്ടിരിക്കുന്നു. ദൈവത്തെ കാണണമെങ്കിൽ എന്നെ കണ്ടാൽ മതി. അപ്പോൾ യേശുക്രിസ്തു ആരാ? ദൈവമല്ലേ? പൗലോസ് അപ്പോസ്തലൻ തീത്തോസ് ലേഖനത്തിൽ പറയുമ്പോൾ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു എന്ന യേശുക്രിസ്തു ദൈവമാണെന്ന് അക്കമിട്ട് വേദപുസ്തകം ആധികാരികമായി തെളിയിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ഒത്തിരി ചിന്താഗതികൾ ഇന്ന് വർദ്ധിക്കുമ്പോൾ വചനം വ്യക്തമായി വിളിച്ചു പറയുന്നു, യേശുക്രിസ്തു ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് അവിടെ ഹൃദയത്തിൻ്റെ വേദനകളും ഒക്കെ അറിഞ്ഞ് അവരോട് സംസാരിക്കുക. നമുക്കറിയാം,
നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നിങ്ങളൊക്കെ ആ നാട്ടിൽ പോയി അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെയൊക്കെ കണ്ടിട്ട് പോരും നേരം ഇന്ന് അത്രയൊന്നുമില്ല, ഇന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിയും. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ വിദേശ രാജ്യത്ത് കേരളത്തിൽ നിന്നൊക്കെ വന്നു കഴിയുമ്പോഴും പോരാൻ നേരം അവരെ ബന്ധുക്കാരെയും വീട്ടുകാരെയും ഒക്കെ ആരെങ്കിലും വിളിച്ച് അവരോടൊക്കെ സംസാരിക്കുകയും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ അവർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യും. വിദേശത്ത് വന്നതിന് ശേഷം ഫോൺ കോളിൽ കൂടെയോ വിളിച്ച് ഞാനിവിടെ സുഖമായി ഇവിടെ എത്തിച്ചേർന്നു എന്ന് വീട്ടിലുള്ളവരെയൊക്കെ അറിയിക്കാറുണ്ട്. അപ്പോൾ ഈ ശിഷ്യന്മാർ ഇങ്ങനെ ചിന്തിച്ചു കാണും, കർത്താവേ നീ ഞങ്ങളെ വിട്ട് പോവുകയാണല്ലോ, പോകുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും തന്നിട്ട് നീ പോകുന്നോ, അല്ല പോകാനുണ്ടോ? അവരുടെ ഹൃദയത്തിൽ അങ്ങനെ ചിന്തിച്ചോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും കർത്താവ് പറയുകയാണ്, ഞാൻ പോവുകയാണ്, ഞാൻ നിങ്ങൾക്കൊരു കാര്യം തന്നിട്ട് പോകാം, തന്നേമച്ച് പോവുകയാണ്, ഗിഫ്റ്റായിട്ടൊരു കാര്യം ഞാൻ തന്നിട്ട് പോകുക. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോവുകയാണ്. ആ സമാധാനം ലോകം തരുന്ന സമാധാനമല്ല, ലോകത്തിന് തരുവാനോ എടുക്കുവാനോ കഴിയാത്ത സമാധാനം. നിരാത്ത ദൈവമക്കളെ, നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ ആരെങ്കിലും മറ്റൊന്നും നോക്കണ്ട. നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന സമാധാനം എത്ര വലിയതാണ്. ആ സമാധാനം ദൈവം നമുക്ക് നൽകിയ ദൈവത്തെ കരങ്ങളെ അടിച്ച് ഇന്ന് രാത്രി ഒന്ന് സ്തുതിച്ചാട്ട് നമ്മുടെ കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ലോകത്തിന് തരുവാനോ എടുക്കുവാനോ കഴിയാത്ത സമാധാനമാണ്. പ്രിയപ്പെട്ടവരെ, എത്രയോ ആളുകൾ ഇന്ന് നമ്മൾ നോക്കിയാൽ നമ്മുടെ നാട്ടിൽ കോവിഡിന് ശേഷം മാത്രമല്ല, അതിനു മുമ്പ്, എന്നാൽ കോവിഡിന് ശേഷം ഒരുപാട് പ്രിയപ്പെട്ടവരുടെ ആത്മഹത്യകൾ വർദ്ധിച്ചു. എത്ര ചെറുപ്പക്കാരാ കോവിഡിൻ്റെ സമയത്ത് തന്നെ എത്രയോ പ്രിയപ്പെട്ടവർ ജീവിത നൈരാശ്യം കൊണ്ട് ആത്മഹത്യ ചെയ്തു. വിദേശത്ത് പോകാൻ കഴിയുന്നില്ല, വഴിയടയപ്പെട്ടു. എൻ്റെ ഭാവി എന്തായിത്തീരും? കോവിഡ് വന്നു, ഭാര്യ മരിച്ചു, ഭർത്താവ് ആത്മഹത്യ ചെയ്തു, ഭർത്താവ് മരിച്ചു, ഭാര്യ ആത്മഹത്യ ചെയ്തു. എത്രയോ സംഭവങ്ങൾ നമുക്ക് പറയുവാൻ കഴിയും, എണ്ണി പറയാൻ കഴിയുന്ന എത്രയോ സംഭവങ്ങളുണ്ട്. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥ കുറച്ച് നാളിന് മുൻപ് ജീവിതം മടുത്തപ്പോൾ ജോലി ടെൻഷനാണെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തു, 2 കുഞ്ഞുങ്ങളെ ഇട്ടിട്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണല്ലോ എറണാകുളത്ത് ഒരു സെലിബ്രിറ്റി ആത്മഹത്യ ചെയ്തത്. ആ കൊച്ചു മോള് ചോദിച്ചു, എൻ്റെ മമ്മി എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്ന്. എത്രയോ ആത്മഹത്യ. കഴിഞ്ഞ ദിവസം ഞാൻ ആരോടോ സംസാരിച്ചപ്പോൾ ഓർമ്മിപ്പിക്കുവാനിടയായി, കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പാണല്ലോ, ഒരു മാസമായി കാണും, തിരുവല്ലായിൽ ഒരു കുടുംബം, ഏത് സമൂഹം എന്നല്ല ഞാൻ പറയുന്നത്, ഭാര്യയും ഭർത്താവും, മകൻ, ഒറ്റ മകനേ ഉള്ളൂ, അവൻ ഡ്രഗ്സിന് അടിമയാണ്. ആ കുഞ്ഞ് മയക്കുമരുന്നിന് അടിമയാണ് എന്നുള്ള ഒറ്റ കാരണത്താൽ തിരുവല്ലായി ചങ്ങനാശ്ശേരി പോകുന്ന റൂട്ടിൽ വേങ്ങൽ എന്ന് പറയുന്ന ഭാഗത്ത് വന്നിട്ട് കാറിനകത്ത് പെട്രോൾ ഒഴിച്ച് ഭാര്യയും ഭർത്താവും കത്തിക്കരിഞ്ഞു. ജഡമായി നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു കാണും. ആത്മഹത്യകൾ എത്രയോ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, ഗൾഫ് രാജ്യത്ത് എവിടെയാണ് ഞാൻ ഓർക്കുന്നില്ല, എനിക്ക് തോന്നുന്നു ദുബായിലായിരിക്കാം നിശ്ചയമായിട്ട്. ഒരു നല്ല മനുഷ്യനായിരുന്നു കപ്പൽ ജോയി എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ്സുകാരൻ. അറയ്ക്കൽ പാലസ് വയനാട്ടിലെ മാനന്തവാടിയിൽ ബിസിനസ്സിൽ എന്തോ ഇഷ്യൂസ് ഡീല് ഉണ്ടായതായിരിക്കാം. ഒരു ബഹുനില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് കപ്പൽ ജോയി, ആ വലിയ കോടീശ്വരനായ മനുഷ്യൻ, അറയ്ക്കൽ പാലസ് മാനന്തവാടിയിൽ എത്രായിരം സ്ക്വയർ ഫീറ്റിൽ പടുതുയർത്തിയ മനോഹരമായിട്ടുള്ള വലിയ ബംഗ്ലാവ്. പക്ഷേ അറയ്ക്കൽ ജോയി എന്ന വലിയ മനുഷ്യൻ, അല്ലെങ്കിൽ ആ നല്ല മനുഷ്യൻ, ആത്മഹത്യ ചെയ്തു. ജീവിതത്തിൽ എത്രയോ പെട്ടെന്നാണ് ആളുകൾ നിസ്സാരമായ കാര്യങ്ങളുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ജീവിതം എന്തിനാണ് എന്ന് ചിന്തിച്ച് മരിക്കുന്നത്. സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എത്രയോ സംഭവങ്ങൾ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. ലോകത്തിൽ എത്രയോ സുന്ദരിമാരായിട്ടുള്ള സിനിമാ താരങ്ങൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. മെർലിൻ മൺറോ ലോകത്തിലെ സൗന്ദര്യ റാണിയായിരുന്നു, പക്ഷേ ലോകത്തോട് വിട പറഞ്ഞു, ആത്മഹത്യ ചെയ്തു. ഒരുപാട് ആളുകൾ ആത്മഹത്യയിലൂടെ ജീവിതം അവസാനിപ്പിച്ചവരാണ്. സമാധാനം നഷ്ടപ്പെട്ടു. എന്തോ ജീവിതത്തിൽ ഒരു ശൂന്യത, സമാധാനമില്ലാതെ അവർ മരിക്കുന്നു. സ്തുതിപാഠകരില്ലാഞ്ഞിട്ടല്ല, നൃത്തം ചവിട്ടാൻ സ്റ്റേജ് ഇല്ലാഞ്ഞിട്ടല്ല, പണമില്ലാഞ്ഞിട്ടല്ല, സൗന്ദര്യമില്ലാഞ്ഞിട്ടല്ല, സമ്പത്തില്ലാഞ്ഞിട്ടല്ല, സ്ഥാനമാനങ്ങളില്ലാഞ്ഞിട്ടല്ല, ജീവിത നിരാശ കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നു. എന്നാൽ ദൈവമക്കളെ, കോടികളുടെ ബാങ്ക് ബാലൻസ് നമുക്കില്ലെങ്കിലും, വലിയ ബംഗ്ലാവുകൾ നമുക്കില്ലെങ്കിലും, ലോകത്തിൽ വലിയ നേട്ടങ്ങൾ നമ്മൾ വാരിക്കൂട്ടിയില്ലെങ്കിലും, ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവവൈതലും പറയാൻ കഴിയും, എൻ്റെ ഉള്ളിൽ സമാധാനത്തിന്റെ നായകനായ യേശു കർത്താവ്, ആ സമാധാനത്തിന്റെ പ്രഭു, ആ പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ പ്രഭു എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ ഇന്ന് എത്രയോ സമാധാനം അനുഭവിക്കുന്നു. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ദൈവമക്കളെ, സമാധാനം എന്നുള്ളത് എത്രയോ വലിയ കാര്യമാണ്.
മനസ്സ് ശാന്തമാക്കുക, ഒരു പീസ്ഫുൾ മൈൻഡ് നമുക്ക് ഉണ്ടാകുക. ചിന്തകൾക്ക് കാടുകയറ്റം ഉണ്ടാകുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ആളുകൾ പോകുകയാണ്. എന്തിനാണ് ഒരുപാട് ആവശ്യമില്ലാത്ത ചിന്താകുലങ്ങളും ഭയങ്ങളും? ആവശ്യമില്ലാതെ ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ചിന്തകളുടെ കാടുകയറ്റം. ആമേൻ, സ്തോത്രം. ഞാൻ ചിലപ്പോൾ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ ദൂരെ നിന്ന് ഓടി വരികയാണ്. അദ്ദേഹം അടുത്ത് വന്നിട്ട് മറ്റേ ആളോട് ചോദിച്ചു, കേരള എക്സ്പ്രസ് പോയോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് 1 മണിക്കൂർ ലേറ്റ് ആണെന്ന് തോന്നുന്നു, അനൗൺസ് ചെയ്യുന്നത് കേട്ടു. ബോംബെ ജയന്തി പോയോ എന്ന് ചോദിച്ചു. അതും 1/2 മണിക്കൂർ ലേറ്റ് ആണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചോദിച്ചു, ചെന്നൈ മെയിൽ പോയോ? അത് ലേറ്റ് ആണെന്നാണ് പറയുന്നത് കേട്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം ചോദിച്ചു, ഗുഡ്സ് ട്രെയിൻ പോയോ എന്ന് ചോദിച്ചു. അപ്പോൾ മറ്റേ ആൾക്ക് സംശയം, ഇയാളെന്തിനാ ഇതിൻ്റെ എല്ലാം കാര്യം സമയം തിരക്കുന്നത്? ഗുഡ്സ് ട്രെയിൻ പോയോ എന്നും ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ പോകാനാ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ പാളം ഒന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടിയാണ്. പാളം ക്രോസ് ചെയ്യുന്നതിന് ഇന്ത്യൻ റെയിൽവേയുടെ ടൈം ടേബിൾ എല്ലാം അറിയണമെന്നുണ്ടോ? പാളം ക്രോസ് ചെയ്താൽ പോരെ? ചില ആളുകൾ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് തല പുണ്ണാക്കും. നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ പ്രതികൂലമാകാം, ക്രൈസിസുകൾ വരാം. പക്ഷെ ഒരുപാട് ചിന്തിച്ചിട്ട് കാര്യമില്ല. ദൈവം അതിനുള്ള കൃപയും ശക്തിയും നമുക്ക് നൽകുമ്പോൾ നാം പ്രതികൂലങ്ങളെ തരണം ചെയ്ത് മുൻപോട്ട് പോകും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് അസ്വസ്ഥരാകേണ്ട സഹോദരങ്ങളെ, മനസ്സ് ശാന്തമാക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ആവശ്യമില്ലാതെ നമ്മുടെ ഹൃദയത്തിൽ ചിന്തകൾ കൊണ്ടുവന്നിട്ട് നമ്മൾ വലിയ അസ്വസ്ഥരായി തീരുവാൻ ഇടയാകാതെ മനസ്സ് ശാന്തമാക്കുവാൻ കഴിഞ്ഞാൽ എത്രയോ വലിയ കാര്യമാണ്. നമുക്കറിയാം, സ്തോത്രം, നമുക്ക് ഒന്നുമില്ലെങ്കിലും ഒരു വലിയ പ്രത്യാശയുണ്ടല്ലോ. ഒരു ജീവിക്കുന്ന ദൈവത്തെയല്ലേ നമ്മൾ ആരാധിക്കുന്നത്? നമ്മൾ ബൈബിൾ വായിക്കുന്നവരല്ലേ? നമ്മൾ പാട്ട് പാടുന്നവരല്ലേ? നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ അവർക്ക് എന്തുണ്ടായിരുന്നു? ഒന്നുമില്ലായിരുന്നല്ലോ. ഹല്ലേലൂയ. സാഹചര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നല്ലോ. ഹല്ലേലൂയ. പക്ഷേ അവർ മുറുകെ പിടിച്ച ബൈബിള് അവരറിഞ്ഞു. ഹല്ലേലൂയ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിക്കയില്ലെന്ന് നമ്മുടെ പിതാക്കന്മാർ ഈ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ചു. പ്രിയപ്പെട്ടവരെ, പട്ടിണി വന്നിട്ടുണ്ട്, കഷ്ടതകൾ വന്നിട്ടുണ്ട്, പ്രതികൂലങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ നടുവിൽ അവർ പതറിപ്പോകാതെ, അവർ തളർന്നു പോകാതെ അവർ മുൻപോട്ട് പോയല്ലോ. ആ പിതാക്കന്മാരും മാതാക്കളൊക്കെ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ചപ്പോ ഒന്നുമില്ലായ്മയില്ലെന്ന് ദൈവം അവരെ സഹായിച്ചല്ലോ. ഇന്ന് രാത്രിയിൽ ഹൃദയത്തിന്റെ ആകുലതകളോടുകൂടി മനസ്സസ്വസ്ഥമായിരിക്കുന്ന അനുഭവത്തിൽ ആയിരിക്കുന്ന വ്യക്തികളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, എന്തിനാണ് ഭാരങ്ങൾ? എന്തിനാണ് ഈ ആകുല ചിന്തകൾ? എന്തിനാണ് ഈ വ്യാകുലങ്ങൾ? മനസ്സ് ശാന്തമാക്കുക. കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. കരകളെ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് സമാധാനം? നമുക്കറിയാം, ഷാലോം എന്ന പദം, ഷാലോം എന്ന പദത്തിന് എത്രയും നല്ലത് എന്നർത്ഥമുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ള ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചപ്പോൾ എത്രയും നല്ലത് എന്ന് കണ്ടു. ഷാലോം, നന്നായിരിക്കുന്നു, കൊള്ളാം, എല്ലാം, എവരിത്തിങ് എല്ലാം ഓർഡറിലാണ്. ഷാലോം, ഐശ്വര്യം, സമ്പൂർണത, യോജിപ്പ്, യുദ്ധമില്ലാതിരിക്കുന്ന അവസ്ഥ. യുദ്ധം ഇല്ലാതിരിക്കുന്ന അവസ്ഥ, സമാധാനം, ആകുലതയിൽ നിന്നുള്ള വിടുതൽ, ആരോഗ്യം, സ്ഥിതി, ക്ഷേമം എന്നൊക്കെയുള്ള അർത്ഥം ഷാലോം എന്ന പദത്തിനുണ്ട്. പ്രിയപ്പെട്ടവരെ, സമാധാനം, ഈ സമാധാനം നമുക്ക് എങ്ങനെ പ്രാപിക്കുവാൻ സാധിക്കും? എവിടെയാണ് മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെട്ടത്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എത്ര സന്തോഷകരമായിരുന്നു ഏദൻ. ദൈവം ഇറങ്ങി വരുന്നു. എവരി കൂൾ ഓഫ് ദ ഡേ. സന്ധ്യയ്ക്കാണോ വന്നത് എന്നുള്ളതിനെ കുറിച്ചല്ല, എങ്കിലും ദൈവം ഹല്ലേലൂയ ഏദനിൽ ഇറങ്ങി വരുമായിരുന്നു. അവരോട് സംസാരിക്കുമായിരുന്നു. അവരോട് സ്വീറ്റ് കമ്മ്യൂണിക്കേഷൻ ദൈവം നടത്തിയിരുന്നു. അവരുടെ കൂടെ, ദൈവത്തിൻ്റെ കൂടെ ആദമും ഹവ്വയും സഞ്ചരിച്ചിരുന്നു. എന്നാൽ നമുക്കറിയാം, ഒരു ദിവസം ആദമും ഹവ്വയും ഓടി ഒളിക്കുന്ന ഒരു ദിവസമുണ്ട്. ചരിത്രം എല്ലാം പറഞ്ഞു പോകാൻ സമയമില്ലല്ലോ. തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷഫലം അവർ തിന്നു. അവര് ഓടി ഒളിക്കുകയാണ്. അതെല്ലാം വിശദീകരിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല. ദൈവം ആ സന്ധിയിൽ ഇറങ്ങി വന്നപ്പോ ദൈവം ചോദിച്ചു, എവിടെയാ ആദമേ നീ? ബൈബിളിലെ ആദ്യത്തെ ചോദ്യം, വേർ ആർ യു? നീ എവിടെയാണ്? ബൈബിളിലെ ഒന്നാമത്തെ ചോദ്യം, ആദമേ നീ എവിടെ? രണ്ടാമത്തെ ചോദ്യം ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? വെർ ഈസ് യുവർ ബ്രദർ? രണ്ടാമത്തെ ചോദ്യം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, എവിടെയാ നീ? അവൻ പറഞ്ഞു, നിന്റെ കാലൊച്ച കേട്ടിട്ട് ഭയപ്പെട്ടു, മരച്ചുവട്ടിൽ ഒളിച്ചിരിക്കുന്ന മനുഷ്യനെ കാണുകയാണ്. സ്തോത്രം. പോയി ഒളിക്കുക. ഒരു ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞത്, ഈ സാറ്റുകളി കണ്ടുപിടിച്ചത് ആദാമും ഹവ്വായുമാ. ഒളിച്ചുകളി
പണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ സാറ്റ് കളിക്കത്തില്ലായിരുന്നു. ഒന്ന് ചിരിച്ചേ ദൈവം മക്കളെല്ലാവരും ഒന്ന്. ഓക്കെ, അതുകൊണ്ട് സൺഡേ സ്കൂൾ അധ്യാപകർ മക്കളുമാരോട് സാറ്റ് കളി കണ്ടുപിടിച്ച് ആരാണ് പാസ്റ്റങ്ങൾ പ്രസംഗിച്ച് എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞോണം. സാറ്റ് കളി കണ്ടുപിടിച്ച് ആരാ? ഒളിച്ചു കളി. ഏതം തോട്ടത്തില്ല ഒന്നാമത്തെ സാറ്റ് കളി തുടങ്ങിയത് അവിടെയാ. ഓടി ഒളിക്കുക. ബോട്ടത്തിൽ നിന്ന് നടക്കുന്നതിൻ്റെ കാലച്ച് കെട്ടിട്ട് ഭയപ്പെട്ടു പോയി. അവിടെയാണ് മനുഷ്യന് ഭയം ഉണ്ടായത്. അവിടെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുക. ശത്രുത അവിടെയാണ് ആരംഭിക്കുന്നത്. എനിമിറ്റി, പീസ് നഷ്ടപ്പെട്ടു, സ്വസ്ഥത നഷ്ടപ്പെട്ടു, ഹാർമണി നഷ്ടപ്പെട്ടു, ദൈവമായിട്ടുള്ള സ്വീറ്റ് പ്രസൻസ് നഷ്ടപ്പെട്ടു. ഭയം, ഓടി ഒളിക്കുന്നു, ഫിയർ. അതെ, അവർ ഓടി ഒളിക്കുകയാണ്. ശത്രുത അവിടെ ഉണ്ടാകുകയാണ്. അവിടെയാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം പറയുന്നത്, ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും സ്ത്രീക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവിടെയാണ് ഹാർമണി നഷ്ടപ്പെടുന്നത്, സ്വസ്ഥത നഷ്ടപ്പെടുന്നു. പാപനിമിത്തമാണ് സഹോദരങ്ങളെ സമാധാനം നഷ്ടപ്പെട്ടത്. മനുഷ്യന് ഭയം ഉണ്ടാകാൻ തുടങ്ങി, അവൻ ഓടി ഒളിക്കാൻ തുടങ്ങി. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യന് നഷ്ടപ്പെട്ടതായ സമാധാനം മടക്കി തരാൻ സ്ത്രീയുടെ സന്തതി ലോകത്തിലേക്ക് വന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ഹല്ലേലൂയ, അവന്റെ ജനനത്തിങ്കിൽ മാലാഖമാരുടെ സൈന്യം ആർത്തുപാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. പ്രൈസ് ദി ലോർഡ്. മാലാഖമാരുടെ സൈന്യം പാടുകയാ. നമ്മുടെ കർത്താവിൻ്റെ ഈ ലോകത്തിലെ ജനം തന്നെ സമാധാനം നൽകുവാനാണ്. സമാധാനത്തിൻ്റെ വഴി അറിയാതെ അനേകർ ആയിരിക്കുന്നു. റോമർ 3:15 അവർ സമാധാനത്തിൻ്റെ മാർഗം അറിയുന്നില്ല. യേശു കർത്താവിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന യെശയ്യാ 9:6 നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു എന്ന് പർവിളിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആരാ? അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാണ്. സമാധാനം നൽകുവാൻ ലോകത്തിലേക്ക് വന്നവനാണ് നമ്മുടെ കർത്താവ്. നമുക്ക് വേണ്ടി ക്രൂശിൽ സമാധാനം നൽകി. ഒന്ന്, മനുഷ്യന് ദൈവത്തോട് സമാധാനം ഉണ്ടാകണം. സ്തോത്രം. റോമാലേഖനം 5:1 വാക്യം. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 വാക്യം. മനുഷ്യനും ദൈവമായിട്ട് ഒരു റെക്കൺസിലിയേഷൻ, ആ ഹാർമണിയിലേക്ക് വരിക. എനിമിറ്റി, ശത്രുത ആരംഭിച്ചു. മനുഷ്യൻ ദൈവത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ ഉള്ളത്തിൽ സമാധാനം ലഭിക്കും. അവിടെ വായിക്കുന്നത് എന്താണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. അപ്പം മനുഷ്യന് ദൈവത്തോട് സമാധാനം ഉണ്ടാകുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമാധാനം നമുക്ക് സാധ്യമാക്കി തന്നു ക്രൂശിലെ മരണത്തോടുകൂടി. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, ദൂരത്തുള്ളവർക്കും സമീപത്തുള്ളവർക്കും അവൻ സമാധാനം ഘോഷിച്ചു. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി, ശത്രുത ഇല്ലാതാക്കി, വേർപാടിനെ നടിച്ചുവർ ഇടിച്ചു മാറ്റി, ക്രൂശിൽ സമാധാനം അവിടുന്ന് പ്രസ്താവിച്ചു എന്ന് ധന്യനായ പൗലോസ്ലീഹ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു. യഹൂദനെന്നും ജാതി എന്നുമുള്ള വേർപാട്, ആണെന്നും പെണ്ണെന്നുമുള്ളതായ വേർപാട്, ആ വേർപാടിനെ നടിച്ചുവർ ഇടിച്ചു മാറ്റി, ശത്രുത ഇല്ലാതാക്കി, ഇരുപക്ഷത്തെയും ഒന്നാക്കി, ക്രൂശിൽ നിരപ്പിച്ചുകൊണ്ട് അവൻ സകലർക്കും സമാധാനം ഉണ്ടാക്കി. ക്രൂശിൽ ചൊരിഞ്ഞ ചോരയാൽ സമാധാനം ഉണ്ടാക്കി. ഈ വാക്യം ഒന്ന് വായിച്ചേ. ആമേൻ. കൊലോസ്യർ 1:20. എല്ലാ വാക്യവും ഞാൻ വായിപ്പിക്കുന്നില്ല. യെശയ്യാ 53:4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി. സ്തോത്രം. കൊലോസ്യർ 1:20. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട്, രക്തം ചൊരിയുന്നത് കൊണ്ട് സമാധാനം ഉണ്ടാകുമോ? സമാധാനം നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നേ? ഇന്ന് ലോകത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നു, ചോര ചൊരിയുന്നു. യെരൂശലേം സമാധാനത്തിൻ്റെ നഗരമാ, സിറ്റി ഓഫ് പീസ്. പക്ഷേ വെടിയുണ്ടകൾ, ചോരകൾ, മനുഷ്യൻ കൊല്ലപ്പെടുന്നു. ആരും കൊല്ലപ്പെടാൻ പാടില്ല. യുദ്ധം ഒന്നിൻ്റെയും പരിഹാരമല്ല. ചില ആളുകൾ പറയും യുദ്ധത്തിൽ ഇന്നാര് ജയിച്ചു, 1-ാം ലോക മഹായുദ്ധത്തിൽ ഇന്നാരൊക്കെ ജയിച്ചു എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ വെറുതെ പറയുന്ന. യുദ്ധത്തിൽ ഇവിടെ ആരും ജയിക്കുന്നില്ല. യുദ്ധത്തിൽ യുദ്ധം ചെയ്യുന്നവ ആ 2 രാജ്യങ്ങളിലും ആളുകൾ മരിക്കുക, നിരപരാധികൾ കൊല്ലപ്പെടാൻ പാടില്ല. യുദ്ധം ഒന്നിനും ശാശ്വതമായ പരിഹാരമല്ല.
ചോര ചൊരിയുന്നത് കൊണ്ട് സമാധാനം നഷ്ടപ്പെടുകയാണ്. പക്ഷെ യേശുക്രിസ്തു ചോര ചൊരിഞ്ഞപ്പോൾ സമാധാനം ഉണ്ടാക്കി എന്നാ വായിക്കുന്നേ. മനുഷ്യൻ തമ്മിൽ അടിച്ച് സമാധാനം നഷ്ടപ്പെടുമ്പോൾ ക്രൂശിൽ ചൊരിഞ്ഞ ചോരയാൽ അവൻ സമാധാനം സ്ഥാപിച്ചു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലാക്കുവാൻ കഴിഞ്ഞു? നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ക്രൂശിൽ നമുക്കായി യാഗമായി തീർന്നു. സമാധാനം അവിടുന്ന്. കർത്താവിൻ്റെ ചോര, കർത്താവിൻ്റെ പരിശുദ്ധമായ രക്തം. എനിക്ക് കർത്താവിൻ്റെ ക്രൂശിനെ ഉയർത്താൻ ഒത്തിരി ആഗ്രഹമുണ്ട്. സമയം ഹല്ലേലൂയ ഞാൻ ശ്രദ്ധിക്കുന്നു, എന്നാൽ അടുത്ത ഭാഗങ്ങളിലേക്ക് വരണമല്ലോ. എങ്കിലും ഓർമ്മിപ്പിക്കട്ടെ, അന്റോണിയ കോട്ടയിലെ പീലാത്തോസിന്റെ കൽത്തളം, ആ കൽത്തളത്തിലേക്ക് ദൈവപുത്രനെ കൊണ്ടുവരികയാ പ്രിയപ്പെട്ടവരെ. ആമെ ഗത്സമനയിൽ രക്തം വിയർപ്പാക്കുന്നു. ആമെ ഭയങ്കരമായ ആഗണിയിലൂടെ പോകുക. മെഡിക്കൽ സയൻസ് പറയുന്നത് ഒരു മനുഷ്യൻ അത്യധികമായ മാനസിക വ്യഥയിലൂടെ പോയാൽ ഈ ശരീരത്തിന്റെ രോമകൂപങ്ങളിലൂടെ ബ്ലഡ് വെസൽസ് പൊട്ടിയിട്ട് ആമേ രക്തം സെറ്റ് ചെയ്യും, രക്തം വിയർപ്പായി വരും എന്ന്. ഗത്സമനയിൽ കർത്താവ് രക്തം വിയർപ്പാക്കി. ആന്റോണിയ കോട്ടയിലെ പീലാത്തോസിന്റെ കൽത്തളത്തിലേക്ക് കർത്താവിനെ കൊണ്ടുവരികയാ. അവിടെ ഒരു കുറ്റിയുണ്ട്. ആ കുറ്റിയിൽ കർത്താവിനെ കമഴ്ത്തി നിർത്തി കെട്ടുകയാണ്. റോമൻ പടയാളികൾ, കരുണയില്ലാത്ത കശ്മലന്മാർ, അവരുടെ കയ്യിൽ ചമ്മട്ടി എന്ന് പറയുന്ന ഒരു ആയുധമുണ്ട്. ഇരുമ്പ് ദണ്ടിന്റെ അറ്റത്ത് കുതിരയുടെ തോലിന്റെ വള്ളികൾ കൂട്ടിക്കെട്ടിയിരിക്കുക. അസ്ഥികഷ്ണങ്ങളും ഈയക്കട്ടികളും ആമെ വെള്ളിക്കൊളുത്തുകളും കൂട്ടിക്കെട്ടിരിക്കുന്ന ചമ്മട്ടിയാണ്. കമഴ്ത്തി നിർത്തി അടിക്കുമ്പോൾ നാഭിയുടെ ഈ ഭാഗത്ത് അത് ചുറ്റി വളഞ്ഞു വന്നിട്ട് ആ വെള്ളിക്കൊളുത്തിനകത്ത് മാംസം പിഴുത് പറഞ്ഞു വരും. മറിയും തിരിഞ്ഞും 39 അടി അവർ അടിച്ചു. എണ്ണം തെറ്റി കൂടാതിരിക്കാൻ അവർ എണ്ണിയാണ് അടിക്കുന്നത്. 40 കൂടാൻ പാടില്ല. 39 അടി ചമ്മട്ടി കൊണ്ട് അവർ അടിക്കുക. ഒരു താലത്തിൽ വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട്. ആ ചമ്മട്ടി ആ പടയാളി കുലുക്കി കഴുകുമ്പോൾ മറ്റേ പടയാളി അടിക്കും. കൃമി ഞൊളയ്ക്കുന്ന പോലെ ജീവൻ തുടിക്കുന്ന പച്ചമാംസം ആ വെള്ളത്തിൽ കിടന്ന് പിടയ്ക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്റോണിയോ കോട്ടയിലെ പീലാത്തോസിന്റെ കൽത്തളത്തിൽ നമ്മുടെ കർത്താവിനെ അടിച്ചവന്റെ ശരീരം നാൽപ്പാമരം അരിഞ്ഞ മാതിരി കർത്താവിന്റെ ശരീരം അറവശാലയിൽ മാംസം കശാപ്പുകാരൻ കത്തികൊണ്ട് കൊത്തിയിരിക്കുന്ന പോലെ അവര് അടിച്ചു പറിച്ചു. കർത്താവിൻ്റെ താടിരോമങ്ങൾ അവർ പിടിതെടുത്തു. മുഖത്തേക്ക് മുഷ്ടി ചുരുട്ടി ഇടിച്ചു. അവൻ്റെ തലയിലേക്ക് മുൾക്കിരീടം വെച്ച് ആഞ്ഞ് അടിക്കുമ്പോൾ ആ കൂർത്ത കുന്തമണിയുള്ള മുള്ളുകൾ കണ്ണിൻ്റെ അകത്തേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് കണ്ണിൻ്റെ കൃഷ്ണമണികൾ ബൾബ് തൂങ്ങുന്ന പോലെ തൂങ്ങിയിട്ടുണ്ടാകാം. ശരീരം മുഴുവൻ അടിച്ചു. അന്റോണിയ കോട്ടയിലെ പീലാത്തോസിന്റെ കൽത്തളത്തിൽ നിന്ന് കാൽവറിയുടെ കൊലത്തളത്തിലേക്ക് ദൈവത്തിൻ്റെ പുത്രന കുരിശുമരവും ചുമന്നുകൊണ്ട് പോകുക. അവിടേക്ക് ചെന്ന് കാരിരും പാണികൾ കർത്താവിൻ്റെ ശരീരത്തിൽ അടിച്ച് ആ മരക്കുരിശിനോട് ചേർത്ത് വെച്ച് കർത്താവിനെ അടിക്കുക. ഈ കൈയുടെ റിസ്റ്റിന്റെ ഈ ഭാഗത്താണ് ആണി അടിച്ചത്. നമ്മൾ ചിത്രങ്ങളിലൊക്കെ ഇവിടെ എന്ന് കാണുന്നെങ്കിലും റോമൻ നിയമം അനുസരിച്ച് ഇത് മർമ്മഭാഗം റിസ്റ്റ്. ഈ റേഡിയസ് ആൾന എന്ന് പറയുന്ന 2 അസ്ഥികളുടെ ഇടയിലുള്ള ഈ ലോക്ക്, അവിടേക്കാണ് 8 ഇഞ്ച് നീളമുള്ള ആണി അടിച്ചു കയറ്റിയത്. 2 കാലുകളൂടെ ചേർത്ത് പിണച്ചു വെച്ച് ആമേൻ ആ അസ്ഥികളിലൂടെ 12 ഇഞ്ച് നീളമുള്ള ആണി അവർ അടിച്ചു കയറ്റി. കർത്താവ് അനുഭവിച്ച വേദന എത്ര ഭയങ്കരമാ! അതിനെ എക്സ്ക്രൂഷിയേറ്റീവ് പെയിൻ എന്നാ പറയുന്നത്. മർമ്മഭേദകമായ വേദന. അത്ര വലിയ വേദന നമ്മുടെ കർത്താവ് സഹിച്ചുകൊണ്ട് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിക്കുക. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ അടുത്ത കാലത്ത് കണ്ടതായ ഒരു ഫിലിമാണല്ലോ പാഷൻ ഓഫ് ക്രൈസ്റ്റ്. മെൽ ഗിബ്സൺ എന്ന് പറയുന്ന ആ ഫിലിം നിർമ്മിതാവ് എത്രയോ നാളുകളുടെ അധ്വാനം കൊണ്ട് പാഷൻ ഓഫ് ക്രൈസ്റ്റ് ചിത്രീകരിച്ചത്. 600-ലധികം ആളുകൾ അതിൻ്റെ പിന്നാമ്പുറത്ത് അണിയറയിൽ അധ്വാനിച്ചു. പ്രിയപ്പെട്ടവരെ, മഷികയായി വേഷമിട്ടത് പോളണ്ടുകാരനായ ജിം കാവിസൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് വലിയ ദൈവവിശ്വാസം ഒന്നും ഉണ്ടായിരുന്നില്ല. എത്രയോ നാള് അദ്ദേഹം സഹിച്ച കാര്യങ്ങളെക്കുറിച്ച്, വേദനകളെക്കുറിച്ചൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും. മഞ്ഞപ്പിത്തമൊക്കെ ബാധിച്ച് ഒത്തിരി ഹാർട്ട് പ്രോബ്ലം ഒക്കെ അനുഭവിച്ച് ഒത്തിരി ത്യാഗം സഹിച്ച ഒരു മനുഷ്യനാണ് ജിം കാവിസൺ. അദ്ദേഹത്തെ മഷികയായിട്ട് പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ വേഷമിടുക. ആ ജിം കാവിസൺ വേഷമിടുമ്പോൾ അദ്ദേഹത്തെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നുണ്ട്. ഫിലിമാണ്, ആക്ട് ചെയ്യത്തേ ഉള്ളൂ. ആമേൻ സ്തോത്രം. മലർത്തി അദ്ദേഹത്തെ അടിക്കുന്നതായിട്ടുള്ള ഭാഗമുണ്ട്, കർത്താവിനെ അടിച്ചതുപോലെ. എന്നാൽ അവർ അടിച്ചപ്പോൾ അറിയാതെ, ആക്ട് ചെയ്യാണ് എങ്കിലും അറിയാതെ ഒരു അടി അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കൊണ്ടു എന്നാണ്. ആ അടി കൊണ്ട് ബോധരഹിതനായി ജിം കാവിസൺ വീണു. ജിം കാവിസൺ വീണിട്ട് അദ്ദേഹം അതൊക്കെ കഴിഞ്ഞു അഭിനയിച്ചു. പാഷൻ ഓഫ് ക്രൈസ്റ്റ് ലോകത്തിൽ വളരെയധികം ആളുകൾ കണ്ട ഒരു ചിത്രമാണ്. ഞാൻ പറഞ്ഞത് ജിം കാവിസൺ. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ ശരീരത്തിൽ അറിയാതെ ഒരു അടിയുടെ ഒരു അല്പം ഒന്ന് കൊണ്ടപ്പോൾ ഇത്രയും വേദന ഞാൻ സഹിക്കേണ്ടി വന്നെങ്കിൽ, ബോധരഹിതനായി തീർന്നെങ്കിൽ, സാക്ഷാൽ യേശു കർത്താവ് ക്രൂശിൽ അവനെ അടിക്കുമ്പോൾ അവൻ സഹിച്ച വേദന എത്ര ഭയങ്കരമായിരിക്കും.
ജിം കാവിസൺ രക്ഷിക്കപ്പെട്ടു. ജിം കാവിസൺ ഇന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ലൊരു ഇവാഞ്ചലിസ്റ്റ് ആണ്. ഒന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? രാത്രിയിൽ ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ സഹിച്ച വേദന, ആ കർത്താവിനെ ക്രൂശിൽ അവർ യാഗമാക്കി, അവരെ ഹല്ലേലൂയ ചമ്മട്ടി കൊണ്ട് അടിച്ചു. അവൻ്റെ കർത്താവിൻ്റെ ഹല്ലേലൂയ തിരുമാർവിലേക്ക് ഒരു പടയാളി വന്ന് കുന്തം കൊണ്ട് ആഞ്ഞു കുത്തിയപ്പോ ഹൃദയം ചങ്കുവിലാപ്പുറം കീറി മുറിക്കപ്പെടുകയാ. ആമേ, പെരിക്കാർഡിയം തകർന്ന്, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ പുറത്തുള്ളതായ പെരിക്കാർഡിയം എന്ന ആവരണം, ആ നെയ്വല അല്ലെങ്കിൽ ആ ഭാഗം ഒക്കെ കീറി തുളച്ചുകൊണ്ട് കുന്തം ചങ്കിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് ആ ചങ്ക് പിളർന്ന്, ഹൃദയം പിളർന്ന് രക്തം ഒഴുകി, അവസാനത്തെ തുള്ളി രക്തവും ഒഴുകി, പിന്നെ വെള്ളവും വന്നു എന്ന് ഡോക്ടർ ലൂക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യ ശരീരത്തിലെ അവസാനത്തെ തുള്ളി രക്തവും പോയി കഴിഞ്ഞിട്ടാണ് വെള്ളം വരുന്നത്. യേശു കർത്താവ് ഒരു തുള്ളി രക്തം ബാക്കി മിച്ചം വെച്ചില്ല, മുഴുവൻ നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. ഓ ഹല്ലേലൂയ! ഒരു നിമിഷം ഒന്ന് ദൈവത്തെ സ്തുതിക്കാമോ? നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. ആളല്ല എന്ന് തോന്നുമാറും അവന്റെ മുഖം വിരൂപമായി. ആഗ്രഹിക്കത്തക്ക സൗന്ദര്യത്വം അവനില്ല, കോമളത്വം അവനില്ല, ഒരു മാംസപിണ്ഡമായി. പക്ഷെ ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറയുന്നു, അവന്റെ അടിപ്പിണരുകളിൽ നിനക്ക് സൗഖ്യമുണ്ട്. യേശു കർത്താവിന്റെ ശരീരത്തിൽ അടിച്ച 39 അടിയുടെ ആ പോറലുകൾ, ആ കീറലുകളിൽ, ആ സ്ട്രൈപ്സിന് വിശ്വസിക്കുന്നവർക്ക് സൗഖ്യമുണ്ടെന്ന് യെശയ്യാവ് വിളിച്ചു പറഞ്ഞു. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളെ കരകളെ അടിച്ച് ഒന്ന് ദൈവത്തെ സ്തുതിക്കാം. അവന്റെ അടിപ്പിണരിൽ രോഗസൗഖ്യമുണ്ട്. അവന്റെ അടിപ്പിണരിൽ രോഗസൗഖ്യമുണ്ട്. അവന്റെ അടിപ്പിണരിൽ രോഗസൗഖ്യമുണ്ട്. അവന്റെ രക്തം പാപം പൊക്കി ശുദ്ധീകരിക്കും. അവന്റെ അടിപ്പിണരുകൾ രോഗസൗഖ്യമുണ്ട്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ക്രൂശിൽ ചൊരിഞ്ഞ ചോരയാൽ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ കർത്താവ് നമ്മെ സ്നേഹിച്ച സ്നേഹം എത്ര വലിയതാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ രക്തത്താൽ അല്ലെങ്കിൽ നീതീകരണം, അല്ലെങ്കിൽ ദൈവത്തോടുള്ള സമാധാനം. അപ്പോൾ ഒന്ന്, മനുഷ്യന് ദൈവത്തോടുള്ളതായ സമാധാനം. രണ്ട്, നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകണം. നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം. ദൈവവചനത്തിൽ ധാരാളം വചനങ്ങളുണ്ട്. ഇന്ന് എത്രയോ കുടുംബങ്ങൾ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കുടുംബങ്ങളായി തീർന്നിരിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ കുടുംബങ്ങളൊക്കെ സമാധാനമുള്ള കുടുംബങ്ങളായി തീരട്ടെ. സ്നേഹം പങ്കുവെക്കുന്ന കുടുംബങ്ങളായി, വേദനകൾ പങ്കുവെക്കുന്നതായിട്ടുള്ള കുടുംബങ്ങളായി. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ഒക്കെ നമുക്ക് പഠിക്കുവാൻ കഴിയും. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുക. കുടുംബം തകർന്നാൽ കുടുംബത്തിലാണ് ഉണർവ് ആരംഭിക്കേണ്ടത്. കുടുംബത്തിലാണ് ആദ്യം പ്രാർത്ഥന ആരംഭിക്കേണ്ടത്. കുടുംബം ഉണർത്തപ്പെടുമ്പോഴാണ് സഭകൾ ഉണർത്തപ്പെടുന്നത്. പിശാചിന്റെ ഏറ്റവും വലിയൊരു അവന്റെ പ്രവൃത്തി കുടുംബങ്ങളെ തകർക്കുക എന്നുള്ളതാണ്. കുടുംബ സ്വസ്ഥത നഷ്ടപ്പെടുത്തുക, കുടുംബ സമാധാനം നഷ്ടപ്പെടുക എന്നുള്ളതാണ്. എന്നാൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. 1 കൊരിന്ത്യർ ലേഖനം 17-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, സമാധാനത്തോടെ ജീവിക്കാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. സമാധാനത്തോടെ ജീവിക്കുക. ദൈവമക്കളെ, ഒരുപാട് പൈസയൊന്നും നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിലും ഉള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുക. ബി കണ്ടന്റ് വിത്ത് വാട്ട് യു ഹാവ്. നിനക്കുള്ളത് കൊണ്ട് ഉള്ളതിനെ ഓർത്ത് നന്ദി പറയുക, ഉള്ളതിനെ ഓർത്ത് അതേ സ്തോത്രം ചെയ്യുക. വേറൊരാൾക്ക് എന്തുണ്ടോ അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകരുത്. അവർക്ക് അതുണ്ട്, ഇവർക്കിതുണ്ട്. ആവശ്യമില്ലാത്ത ലോണുകൾ എടുത്ത്, ആവശ്യമില്ലാത്ത ടെൻഷൻ കയറ്റി, ആവശ്യമില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ട് കുടുംബം തകർന്ന്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് സ്നേഹം കൊടുക്കാൻ കഴിയാതെ, സമയം നഷ്ടപ്പെടുന്നതായി അത് കൊടുക്കാൻ കഴിയാതെ അനേക കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. ജീവിക്കാൻ വേണ്ടി നമ്മൾ പണം ഉണ്ടാക്കുക, പണമുണ്ടാക്കാനായി ജീവിക്കാതിരിക്കുക. ജീവിക്കാൻ വേണ്ടി നമ്മൾ പണം ഉണ്ടാക്കുക, പണം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ജീവിക്കാതിരിക്കുക. കുടുംബത്തിൽ പേഴ്സണൽ ഹാർമണി ഉണ്ടാകണം. അന്യോന്യമുള്ളതായ സ്വര ഐക്യങ്ങൾ ഉണ്ടാകണം. നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടണം. വി ഷുഡ് ഹാവ് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദിയുള്ള ഹൃദയം നമുക്കുണ്ടാകണം. ഇല്ലായ്മകളെ ഓർത്ത് നിങ്ങൾ പിറുപിറുക്കണ്ട, സങ്കടപ്പെടണ്ട. അയ്യോ, അതൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ, ഒന്നും നേടാൻ കഴിഞ്ഞില്ലല്ലോ. നോ, ദൈവം നിങ്ങൾക്കൊരു ആയുസ് തന്നല്ലോ, ദൈവം നിങ്ങൾക്കൊരു ജീവിതം തന്നില്ലേ, ദൈവം ഇത്രയും അനുഗ്രഹിക്കപ്പെട്ടതായ അവസ്ഥകൾ നിങ്ങൾക്ക് നൽകിയില്ലേ. അതിനെ ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയുക, സ്തോത്രം ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഒരുപാട് വാരിക്കൂട്ടുന്നതിൽ ഒക്കെ നല്ലത്. എത്രയോ ആളുകൾ സ്വസ്ഥതയില്ല, സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയുന്ന
കഴിയുന്നില്ല. പ്രൈസ് ദ ലോർഡ്. സദൃശവാക്യം 15:16 വാക്യം, ബഹുനിക്ഷേപവും അതിനോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോവ ഭക്തിയോടുകൂടി അല്പധനം ഏറെ നല്ലത്. ദേഷ്യമുള്ളെടുത്ത കൊഴുത്ത കാളയേക്കാൾ സ്നേഹമുള്ളെടുത്ത ശാകപദാർത്ഥം ഏറ്റവും നല്ലത്. ഒത്തിരി ഒത്തിരി മട്ടനും ചിക്കനും അല്ലെങ്കിൽ ഒത്തിരി ഒത്തിരി സമൃദ്ധി ഉള്ളതിനേക്കാൾ ഒരുപക്ഷെ ഒരു ദിവസം ഇച്ചിരി കഞ്ഞിയും ഒരു ചുട്ട പപ്പടവുമായിരിക്കും. ഹല്ലേലൂയ. സന്തോഷമായി പാവിരിച്ച് ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും കൂടെ അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്ത് ഇല്ലായ്മകളോ വേദനകളോ ഒക്കെ ഉണ്ടെങ്കിലും അതിനെക്കുറിച്ച് ഒത്തിരി പരിഭവങ്ങൾ പറയാതെ നമ്മുടെ കുടുംബങ്ങൾ സന്തോഷമായിരിക്കാൻ കഴിയുന്നത് എത്ര വലിയ ആനന്ദമാണ്. കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടായിരിക്കുക. ആമേൻ. ദോഷമുള്ളെടുത്ത കൊഴുത്ത കാളയേക്കാൾ സ്നേഹമുള്ളെടുത്ത ശാകപദാർത്ഥം, ശാകഭോജനം, ആമേൻ, അത് ഏറ്റവും നല്ലത്. സദൃശ്യവാക്യം 17:1, കലഹത്തോടുകൂടി ഒരു വീട് നിറയെ യാഗഭോജനത്തിലും സ്വസ്ഥതയോടുകൂടിയ ഒരു കഷണം ഉണങ്ങിയ അപ്പം ഏറ്റവും നല്ലത്. എത്രയോ വീടുകളുണ്ടെങ്കിലും സമാധാനത്തോടെ ഭക്ഷിക്കാൻ കഴിയുന്നില്ല, സ്വസ്ഥമായിട്ട് ഭക്ഷിക്കാൻ കഴിയുന്നില്ല, അസ്വസ്ഥതകളാണ്. ദൈവമക്കളെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ദഹിക്കണമെങ്കിൽ തന്നെ ദൈവത്തിൻ്റെ കൃപ വേണ്ടേ? അത് ദൈവമല്ലേ സഹായിക്കുന്നത്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ശാന്തമാകുക, മനസ്സ് ശാന്തമാക്കുക, സമാധാനത്തോടുകൂടി ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാം. സദൃശ്യം 14:30 നമ്മളിങ്ങനെ വായിക്കുന്നു, ശാന്ത മനസ്സ് ദേഹത്തിന് ജീവനാണ്, അസൂയോ അസ്ഥികൾക്ക് ദ്രവത്വമാണ്. ശാന്ത മനസ്സാണ് ദേഹത്തിന് ജീവൻ. അതാണ് പ്രിയപ്പെട്ടവരെ സൗഖ്യം. കൊലോസ്യർ 3:15 വായിക്കുന്നു, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴണം. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം. 3, വ്യക്തി ജീവിതങ്ങളിൽ സമാധാനം ഉണ്ടാകണം. കർത്താവേ, നീ എനിക്ക് തന്ന സമാധാനത്തിനായിട്ട് സ്തോത്രം. ആ ഭാഗങ്ങൾ വിശദീകരിച്ചു പോകുന്നില്ല, ഞാൻ ആ ഭാഗം നിർത്തുകയാണ്. നമുക്ക് സമാധാനം പ്രാപിക്കാൻ എന്ത് ചെയ്യണം? വേദപുസ്തകത്തിൽ നമുക്ക് 1-2 വചനങ്ങൾ നമുക്ക് വേഗത്തിൽ ആമേൻ സ്തോത്രം നോക്കാം. 119 സങ്കീർത്തനത്തിൻ്റെ 165 വാക്യം. അവിടെ ഇങ്ങനെയാ വായിക്കുന്നേ, നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. ദൈവവചനത്തെ സേവിക്കുന്നവർക്ക് മഹാസമാധാനമുണ്ട്. യെശയ്യാ 48:18 വാക്യം, അയ്യോ, നീ എൻ്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു, എന്നാ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും ആക്കുമായിരുന്നു. നീ എൻ്റെ കൽപ്പനകളെ കേട്ടനുസരിക്കുമെങ്കിൽ നിന്റെ സമാധാനം നദി പോലെയാകും. ഇന്ന് രാത്രിയിൽ ദൈവം നമുക്ക് കുടുംബത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും തന്ന സമാധാനത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. സമാധാനം, അതാണ് കർത്താവ് നൽകിയ ഒന്നാമത്തെ വാഗ്ദത്തം. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല, ലോകത്തിന് തരുവാനോ എടുക്കുവാനോ കഴിയാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് വേഗത്തിൽ വരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെ കർത്താവിൻ്റെ വാഗ്ദത്തം 14-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കർത്താവ് നൽകിയ രണ്ടാമത്തെ വാഗ്ദത്തം, I will never leave you, I will never forsake you, I will never leave you as an orphan. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അവർ വിചാരിച്ചു കാണും, നാഥ നീ പോകുകയാണോ? ഞങ്ങൾ നാഥനില്ലാത്തവരായി, ഇനി ആരാ ഞങ്ങളെ നയിക്കുന്നത്? ആരാ ഞങ്ങൾക്ക് അപ്പം തരുന്നത്? ആരാ ഞങ്ങൾക്ക് ആശ്വാസം തരുന്നത്? ഞങ്ങൾ അനാഥരാണോ? കർത്താവ് പറഞ്ഞില്ല, നോ, നിങ്ങൾ അനാഥരല്ല, നിങ്ങൾ സനാഥരാണ്. നിങ്ങൾക്കൊരു നാഥനുണ്ട്. ചില ആളുകൾ ചിന്തിക്കും, എനിക്ക് ആരുമില്ല. 38 വർഷം ബെഥെസ്ദാക്കുളക്കരയിൽ കിടന്ന് ആ മനുഷ്യൻ പറയുന്നുണ്ടല്ലോ, കർത്താവ് എനിക്ക് ആരുമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്നെ കുളത്തിലെടുത്ത് ഇറക്കാൻ എനിക്ക് ആരുമില്ല എന്നുള്ള ആ ചിന്ത എല്ലാ മനുഷ്യനും ഉണ്ടാകും. എനിക്ക് ആരുമില്ലല്ലോ. കോവിഡൊക്കെ വന്നപ്പോൾ എത്രയോ ആളുകൾ അല്ലേ ഐസൊലേറ്റഡായി, ആരും അടുക്കൽ വരാതിരിക്കും. എത്ര വേദനയുടെ അനുഭവമാണ്. നമ്മളെയൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കുകയും നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ എത്ര സന്തോഷമാണ്. പക്ഷെ ആരും വരാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത എത്ര ഭയങ്കരമാണ്. ആമേൻ. ലോകത്തിൽ ഏകാന്തത അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ. പലവിധത്തിലുള്ളതായ ഏകാന്തതകളെ കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആരുമില്ല എന്നുള്ളതായിട്ടുള്ള ഒരു ചിന്താഗതി.
31 സങ്കീർത്തനം 12 വാക്യത്തിൽ പറയുന്നു, ഞാൻ മരിച്ചവനെ പോലെ ആയിരിക്കുന്നു, ഞാൻ കുശവന്റെ പാത്രം പോലെ ഉടഞ്ഞിരിക്കുന്നു, ഐ ആം ലൈക്ക് എ ബ്രോക്കൺ വെസൽ എന്ന് 102 സങ്കീർത്തനം 6 വാക്യത്തിൽ പറയുന്നു, മരുഭൂമിയിലെ വേഴാമ്പൽ പോലെ, ശൂന്യ സ്ഥലത്തെ ആമേ മരുഭൂമിയിലെ ഹല്ലേലൂയ വേഴാമ്പലിനെ പോലെ, അത് ശൂന്യ സ്ഥലത്തെ മൂങ്ങായെ പോലെ, വീടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിരനെ പോലെ ഞാൻ ആയിരിക്കുന്നു. ആരും അരികിൽ വരുന്നില്ല. ഹൃദയം തകരുകയും തളരുകയും ചെയ്യുന്ന വേദനയുടെ വേളകൾ ആരും അരികിൽ വരുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോഴും നിന്റെ അരികിലേക്ക് വന്ന് അവന്റെ ആണിപ്പഴുതേറ്റ കരം നിന്റെ മേൽ വെച്ചിട്ട് നിന്നെ തഴുകി തലോടുന്ന, നിന്റെ ഉള്ളം മുതൽ നെറുക മുതൽ പാദം വരെ നിന്നെ ആശ്ലേഷിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് എന്ത് രാത്രി എത്ര പേർ തിരിച്ചറിയുന്നു? നമ്മൾ അനാഥരല്ല, നമ്മൾ സനാഥരാണ്. നമുക്കൊരു നാഥനുണ്ട്. ഓ ഹല്ലേലൂയ. തെറ്റുടലുന്ന ആടുകളെ പോലെ നമ്മൾ ആയിരുന്നു, എന്നാൽ ഇന്ന് ഉടമസ്ഥനായവന്റെ അടുക്കലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. സോക്രട്ടീസ് മരിച്ചപ്പോൾ ആമേ ശിഷ്യന്മാര് പറഞ്ഞു, ആമേൻ, നമ്മുടെ നാഥൻ അല്ലെ നമ്മുടെ നേതാവ് പോയിരിക്കുന്നു, ഇനിയും നമ്മൾ അനാഥരാണ്, നമുക്കാരുമില്ല എന്ന്. സോക്രട്ടീസിന്റെ മരണം അരുമ ശിഷ്യന്മാരെ അനാഥത്വത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ യേശു ക്രിസ്തുവിന്റെ മരണം നാഥിലൂടെ നമ്മൾ അനാഥരല്ല എന്ന് കർത്താവ് മുൻകൂട്ടി പറയുക. ആമേൻ, ഞാൻ നിങ്ങളുടെ വിട്ടു പോകുന്നെങ്കിലും നിങ്ങൾ അനാഥരല്ല, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. രാത്രി തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അനാഥരാണ് എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകൾ ലോകത്തിലുണ്ട്. എന്നാൽ നമ്മൾ അനാഥരല്ല, നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അനാഥരല്ല. രാത്രി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നമ്മൾ അനാഥരല്ല എന്നുള്ളത് കൊണ്ട്. സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യം ഒന്ന് വായിച്ചാട്ട്. സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ. ഒരു സംസ്ഥാനത്ത് ദരിദ്രനെ ഉപദ്രവിക്കുമ്പോ, ഒരു സംസ്ഥാനത്ത് നീതി നിഷേധിക്കപ്പെടുമ്പോ, ഹല്ലേലൂയ, നീ ഭാരപ്പെടരുത്, നീ അസ്വസ്ഥമാകരുത്. എന്താ കാര്യം? ആമേൻ, നിനക്ക് വേണ്ടി ഉന്നതനായ ഒരുവൻ ജാഗരിക്കുന്നു. ഉന്നതന് മീതെ ഒരു ഉന്നതനും അവന് മീതെ ഒരു അത്യുന്നതനും ജാഗരിക്കുന്നു. നീതി നിഷേധിക്കപ്പെടുമ്പോ, ഹല്ലേലൂയ, നീ ഉപദ്രവിക്കപ്പെടുമ്പോ നീ വിചാരിക്കരുത് എനിക്ക് ആരുമില്ലല്ലോ, എനിക്ക് ആരുമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നാട്ടിലൊക്കെ ഇന്ത്യയിലൊക്കെ വളരെ ദൈവമക്കൾക്ക് ദൈവദാസന്മാർക്ക് ഉപദ്രവങ്ങൾ വളരെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ആമേൻ, സ്തോത്രം. അവിടെ ആളുകൾ ചിന്തിക്കുന്നത് ഉപദേശിമാരെ തല്ലിയപ്പോൾ ആര് ചോദിക്കാനാ, അവരെ അടിച്ച് ആര് ചോദിക്കാനാ, അവർക്ക് അസംബ്ലിയിൽ ആരുമില്ല, അവർക്ക് പാർലമെൻറ്റിൽ ആരുമില്ല, അവർക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനമൊന്നുമില്ല. ദേവാലയങ്ങൾ നശിപ്പിച്ചാൽ, ഹല്ലേലൂയ, ദൈവമക്കളെ തല്ലിച്ചതച്ചാൽ ആരും ചോദിക്കാനില്ല. ഇത് നമുക്കറിയാം. നൈജീരിയയിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ അറിയണം. എത്രയോ നമ്മുടെ സഹോദരങ്ങൾ ഇന്ന് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ക്രിസ്ത്യാനികൾ ഉപദ്രവിക്കപ്പെടുന്നുണ്ട്. ആമേൻ, നമ്മൾ ചിന്തിക്കും ഹല്ലേലൂയ, കർത്താവ് അറിയാതെയല്ല ഒന്നും സംഭവിക്കുന്നത്. എന്നാലും രാത്രി വിളിച്ചു പറയുന്നു, നീതി നിഷേധിക്കപ്പെടുമ്പോൾ, ദരിദ്രർ ഉപദ്രവിക്കപ്പെടുമ്പോൾ നീ ഭയപ്പെടണ്ട. നമുക്ക് വേണ്ടി പാർലമെന്റിൽ ആരുമില്ലെങ്കിലും, അസംബ്ലിയിൽ ആരുമില്ലെങ്കിലും, ഉന്നതന് മീതെ ഒരു അത്യുന്നതൻ ജാഗരിക്കുന്നു. നമുക്ക് ഉയരത്തിൽ ഒരുവനുണ്ട്, നമുക്കൊരു നാഥനുണ്ട്, നമുക്കൊരു കർത്താവുണ്ട്. ഇന്ന് രാത്രിയിൽ അതാണ് നമ്മുടെ വിശ്വാസം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ദൈവം ഉണ്ട്, അല്ലെങ്കിൽ കർത്താവ് എനിക്ക് കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അതൊരു ഭയങ്കര കാര്യമാണ് ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഒരാളുണ്ടല്ലോ, നമുക്ക് ഒരു കർത്താവ് ഉണ്ട്, ജീവിക്കുന്നു എന്നുള്ളത് അത് എത്ര വലിയ കാര്യമാണ്. ഈ വിശ്വാസം എന്ന് പറയുന്നത് എത്ര ആഴമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കൽ ഒരു അമ്മച്ചി ഒരിടത്ത് താമസിച്ചിട്ട്, പാവപ്പെട്ട അമ്മച്ചി, വിധവയാണ്, ആരുമില്ല സഹായിക്കാൻ. ഹല്ലേലൂയ. ദൈവം അപ്പോഴപ്പോൾ ആഹാരം ആരിലെ കൂടെ കൊടുക്കും. അമ്മച്ചി ഉച്ചത്തിൽ പ്രാർത്ഥിക്കും, ദൈവമേ ഇന്നും നീ എൻ്റെ ആഹാരം തന്നതിനാസോ. ജനലിൽ കൂടെ തുറന്നിട്ട് പ്രാർത്ഥിക്കും. പക്ഷെ ഇപ്പുറത്ത് വീട്ടിൽ താമസിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, ദൈവവിശ്വാസിയല്ല, ഒരു നിരീക്ഷനായ മനുഷ്യൻ. എപ്പോഴും ഈ അമ്മയെ കളിയാക്കും. അമ്മയെ ദൈവമൊന്നുമില്ല, തള്ളെ നിങ്ങൾ വെറുതെ വിളിച്ചു പോവാതെ, ദൈവമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. പക്ഷേ ഈ മാതാവ് സ്ട്രോങ് ആയിട്ട് നിൽക്കും. അദ്ദേഹം അവരുടെ അനുഭവങ്ങളൊക്കെ പറയും, ഇങ്ങനെ പോകും. ഒരു ദിവസം അദ്ദേഹം വിചാരിച്ചു ഈ അമ്മയൊന്ന് കളിപ്പിക്കണം എന്ന്. അമ്മ ദൂരെ എവിടെയോ പോയിട്ട് വന്നപ്പോൾ, ഹല്ലേലൂയ, ഈ മനുഷ്യൻ ബേക്കറിയിൽ പോയി ഗ്രോസറി ബേക്കറിയിൽ നിന്ന്
ആഹാര സാധനങ്ങളും ഗ്രോസറി സാധനങ്ങളും ഒത്തിരി ആഹാര സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഈ അമ്മയുടെ വീടിൻ്റെ മുറ്റത്ത് അതെല്ലാം കവറിനകത്ത് കൊണ്ട് വെച്ചു. ഇദ്ദേഹം മാറി നിന്നു. ഈ അമ്മ വരുമ്പോൾ എന്ത് പ്രാർത്ഥിക്കും എന്നറിയാൻ വേണ്ടി. അമ്മ കുറേ കഴിഞ്ഞപ്പോൾ തിരികെ വന്നപ്പോൾ നോക്കിയ വീടിൻ്റെ മുറ്റത്ത് പ്ലാസ്റ്റിക് കവറിനകത്ത് ആഹാര സാധനങ്ങൾ, ബേക്കറി സാധനങ്ങളൊക്കെ ഉണ്ട്. അമ്മ പറഞ്ഞു, കർത്താവേ, നീ ജീവിക്കുന്നു, നീ എൻ്റെ വേദനകളെ അറിയുന്നു, ഇന്നും നീ എൻ്റെ ആഹാരം തന്നു. ആ ബേലിയാവിൻ്റെ കാക്കയെ അയച്ച് ഇന്നും നീ എനിക്ക് ആഹാരം തന്നതിനാ ദൈവമേ ആമേ സ്തോത്രം ചെയ്യുന്നു പറഞ്ഞ അമ്മച്ചി ദൈവത്തെ വാഴ്ത്തി. അപ്പോൾ ഈ മനുഷ്യൻ ഓടി ചാടി വന്നു. അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇത് ദൈവമൊന്നും തന്നൊന്നുമല്ല, നിങ്ങൾ വെറുതെ ദൈവത്തെ വിളിച്ച് പറയണ്ട, ഇത് ഞാനാ മേടിച്ചുകൊണ്ട് ഇവിടെ വെച്ചേ, അല്ലാതെ ഏലിയാവിൻ്റെ ദൈവമൊന്നും അല്ല. ദാണ്ടേ സൂപ്പർ മാർക്കറ്റിലെ ബില്ല് ദാണ്ടേ അദ്ദേഹം എടുത്തു കാണിച്ചു. അപ്പോൾ അമ്മ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇന്നും നീ എൻ്റെ ആഹാരം തന്നു എന്ന് മാത്രമല്ല, ഈ ചെകുത്താനെയും കൊണ്ട് നിൻ്റെ ബില്ല് പേ ചെയ്യിപ്പിച്ചതിനാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. എത്ര പേർക്ക് മനസ്സിലായി? ഈ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ആർക്കും അങ്ങനൊന്നും ഇല്ലാതാക്കാൻ പറ്റുന്നതല്ല. ദൈവത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണുമടച്ച് ദൈവത്തെ വിശ്വസിക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കൊണ്ട് ദൈവവിശ്വാസം നഷ്ടപ്പെടുന്നില്ല. ദൈവം ഉണ്ട്, ദൈവം ഉണ്ട്, ദൈവം ജീവിക്കുന്നു, ഒരത്ഭുതങ്ങളുടെ ദൈവമാണ്. അതാണ് ദൈവത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ. അല്ലെ, അത് വെറുതെ ഊഹാഭോഗമല്ല, അത് വെറുതെ പേക്കിനാവല്ല. ദൈവത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുക മാത്രമല്ല, തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതല്ലയോ? ഇന്ന് രാത്രി എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? ഞാൻ അനാഥയല്ല, ഞാൻ അനാഥനല്ല, എനിക്കൊരു നാഥനുണ്ട്, എനിക്കൊരു ഉടമസ്ഥനുണ്ട്. കർത്താവ് ആമേ അവർക്ക് കൊടുത്ത വാഗ്ദത്തം അനാഥരല്ല എന്ന വാഗ്ദത്തം. ഞാൻ അടുത്ത ഭാഗത്തേക്ക് വേഗത്തിൽ കടന്നു വരട്ടെ. മൂന്നാമത്തെ വാഗ്ദത്തം കർത്താവ് അവർക്ക് നൽകിയത്, അതിശ്രേഷ്ഠമായ മൂന്നാമത്തെ വാഗ്ദത്തം ആത്മാവിൻ്റെ വാഗ്ദത്തമാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദത്തം. 14-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. 14-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. കർത്താവ് അവർക്ക് കൊടുത്ത മൂന്നാമത്തെ വാഗ്ദത്തം പരിശുദ്ധാത്മാവിനെ. ഞാൻ നിങ്ങൾക്കൊരു കംഫർട്ടറിനെ അയച്ചു തരും. അനദർ കംഫർട്ടർ. അനദർ കംഫർട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ക്വാളിറ്റി കുറഞ്ഞ, യേശുക്രിസ്തുവിൽ നിന്ന് അല്പം കൂടെ ശക്തി കുറഞ്ഞ ആളാന്ന്? നമ്മൾ വിശ്വസിക്കുന്ന ട്രയൂൺ ഗോഡ്, തൃത്വത്തെക്കുറിച്ച് നമ്മൾ അറിയണം. അത് നോക്കട്ടെ, ഇടയ്ക്ക് എപ്പോഴെങ്കിലും അല്പം സംസാരിക്കാം. നാം അറിയണം ദൈവം ആരാ, ത്രിയേക ദൈവം, ട്രയൂൺ ഗോഡ് എന്താണ് എന്ന്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. നമ്മളെയൊക്കെ ചോദ്യങ്ങളിൽ കൊടുക്കുന്ന ഒരു വിഷയമാണ് തൃത്വം എന്നുള്ള വിഷയം. അനദർ കംഫർട്ടർ എന്ന് പറയുന്നത് ശക്തി കുറഞ്ഞ ഒരാളൊന്നുമല്ല. അനദർ കംഫർട്ടർ എന്ന് എഴുതിയിരിക്കുന്ന ആ പദം എന്നെ പോലെ ഒരു ആശ്വാസപ്രദൻ, ഐഡന്റിക്കൽ ട്വിൻസിന് ഉപയോഗിക്കുന്ന ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നെ പോലെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഇതുപോലൊരു ബുക്ക് മോനെ അവിടെ ഇരിപ്പുണ്ടെന്ന് എടുത്തുകൊണ്ട് വരാൻ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു മോനോട് പറഞ്ഞാൽ, ഈ സെയിം, ഇതുപോലെ, എക്സാക്ട് സെയിം. അനദർ കംഫർട്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ അയക്കാൻ പോകുന്ന, അല്ലെങ്കിൽ തൃത്വത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവ് ശക്തി കുറഞ്ഞ ഒരു ആളാണെന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഒന്ന് വൈബ്രേറ്റ് ചെയ്യാൻ 2-3 പ്രാവശ്യം ഒരു അന്യഭാഷ പറയാൻ വേണ്ടി മാത്രം ഉള്ള ഒരു സാധനമാണോ ഒരു പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്? ഹോളി സ്പിരിറ്റ് ഈസ് ഗോഡ്. ദൈവമാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. പാരാക്ലീറ്റോസ്. ആരാണ് പാരാക്ലീറ്റോസ്? കംഫർട്ടർ, സ്റ്റാൻഡ് ബൈ, പ്ലീഡർ, അഡ്വക്കേറ്റ്, ഹെൽപ്പർ. നമ്മുടെ കൂടെ നിൽക്കുന്നയാളാണ്, പകരക്കാരനാണ്, മധ്യസ്ഥനാണ്, ആശ്വാസപ്രദനാണ്. ആ പാരാക്ലിറ്റോസിനെ കുറിച്ചുള്ള 4 വാചകങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കാം. 1, നിന്റെ ജീവിതത്തിൽ ഒരു വിഷമ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു സാഹചര്യത്തിൽ നീ അഭിഹരിക്കുമ്പോൾ നീ സഹായത്തിന് വിളിക്കുന്ന ആളാണ് പാരാക്ലിറ്റോസ്. ഹല്ലേലൂയ. ആശ്വാസപ്രദൻ. വഴിയറിയാതെ നിൽക്കുമ്പോൾ, ഇവരുടെ മുമ്പിൽ എന്ത് ഉത്തരം പറയണമെന്നറിയാൻ നിൽക്കുമ്പോൾ, ജോലിയിൽ പ്രതിസന്ധികൾ നിന്റെ മുൻപിൽ ഉണ്ടാകുമ്പോൾ, നിനക്കെതിരെ റിമാർക്ക് എഴുതുമ്പോൾ, നിന്നെ കുറ്റം കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ, നിനക്കെതിരെ രേഖകൾ എഴുതുമ്പോൾ, കർത്താവ്, ഈ പ്രതിസന്ധിയിൽ ഞാൻ നിരപരാധിയാ, ഞാൻ കുറ്റം ചെയ്തിട്ടില്ല. ജീവിതത്തിൽ വേദനകൾ വരുമ്പോൾ, ഉള്ളം തകരുമ്പോൾ നിന്നെ സഹായിക്കുന്ന പകരക്കാരനാണ് ആശ്വാസപ്രദൻ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുക? വിഷമ പ്രതിസന്ധി വരുമ്പോൾ നിനക്ക് വഴികാട്ടി തരുന്ന, നിനക്ക് ആലോചന പറഞ്ഞു തരുന്ന, നിന്റെ സ്റ്റാൻഡ് ബൈ, നിന്റെ അഡ്വക്കേറ്റ്, നിന്റെ പ്ലീഡർ, ഹല്ലേലൂയ, നിന്റെ ആശ്വാസപ്രദനാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്.
2 പ്രതിസന്ധിയിലെ ആശ്വാസദായകനാണ്, കംഫർട്ടർ. ഹല്ലേലൂയ. 3 പകരക്കാരനാണ്, പ്രതിപുരുഷനാണ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഈ പാരാക്ലീറ്റോസ്. 4 ഉത്കൃഷ്ട ചിന്തകൾ നമുക്ക് തരികയും സാഹസികമായ നേട്ടങ്ങൾക്ക് നമ്മെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു യുദ്ധത്തിൽ പടയാളികളെ ധൈര്യപ്പെടുത്തുന്ന ഒരു മേജർ കമാൻഡർ യുദ്ധത്തിൽ മുൻപോട്ട് വയ്ക്കോ എന്ന് നമുക്കറിയാമല്ലോ. യുദ്ധ മുന്നണിയിലൊക്കെ ഉക്രൈനിലൊക്കെ നമ്മൾ കണ്ടില്ലേ, സെലൻസ്കി ധീരനായ ഭരണാധികാരി, അദ്ദേഹം ഇട്ടിട്ടോടിയില്ല. അനേക ഭരണാധികാരികൾ പ്രശ്നം വരുമ്പോൾ ഇട്ടിട്ടോടുമ്പോ ജനത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരാള്. ഹല്ലേലൂയ. അപ്പോ പ്രതിസന്ധികൾ വരുമ്പോൾ യുദ്ധത്തിൽ പട്ടാളക്കാരെ മുൻപോട്ട് നയിക്കുന്ന, ഉത്കൃഷ്ട ചിന്തകൾ കൊടുക്കുന്ന, സാഹസികമായ നേട്ടങ്ങൾക്ക് അദ്ദേഹത്തെ തയ്യാറാക്കുന്ന ആളാണ് പാരാക്ലീറ്റോസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പെയ്ട്രനാണ്, കോച്ചാണ്, കളിക്കളത്തിലെ കോച്ചാണ്, പെയ്ട്രനാണ്. ആ അർത്ഥത്തിലെല്ലാമാണ് പാരാക്ലീറ്റോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസികളായ ദൈവമക്കളെ, പ്രതിസന്ധിയുടെ നടുവിൽ നീ വല്ലാതെ വാടിക്കഴയുമ്പോ, പ്രാർത്ഥിക്കാൻ കഴിയാതെ നീ വല്ലാതെ അസ്വസ്ഥമാകുമ്പോ, ഇല്ല മകളെ, ഇല്ല മകനെ, ധൈര്യമായിരിക്കൂ എന്ന് പറയാൻ നിന്റെ ദേഹത്ത് വന്ന് തട്ടി നിനക്ക് ഉത്കൃഷ്ട ചിന്തകൾ തന്ന് സാഹസികമായി നിന്നെ മുൻപോട്ട് നടത്താൻ നിന്നെ കാലിൽ കൂടെ നിൽക്കുന്ന ആശ്വാസപ്രദനാണ് പാരാക്ലീറ്റോസ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ആശ്വാസപ്രദനെ അയച്ചു തരും. ആശ്വാസപ്രദനാണ് 3ാമത്തെ വാഗ്ദത്തം. 1 ആശ്വാസത്തിന്റെ വാഗ്ദത്തം, എൻ്റെ സമാധാനം തരുന്നു. 2 അനാഥരല്ല എന്നുള്ള വാഗ്ദത്തം. 3 ആത്മാവ് എന്റെ വാഗ്ദത്തം. വില്യം വാർക്ലേ ഈ ആശ്വാസപ്രദനെ കുറിച്ച് പറയുമ്പോൾ, ആമേൻ, ഹി ഈസ് ദ ലവിംഗ് കംഫർട്ടർ, നമ്മളെ സ്നേഹിക്കുന്ന ആശ്വാസപ്രദൻ. ഹി ഈസ് എ ഫെയ്ത്ത്ഫുൾ കംഫർട്ടർ, വിശ്വസ്തനായ ആശ്വാസപ്രദൻ. ആമേൻ, ഹി ഈസ് എ വൈസ് കംഫർട്ടർ. യോബിന്റെ അടുക്കൽ വന്നവരൊക്കെ മിസറബിൾ കംഫർട്ടേഴ്സ് ആയിരുന്നു, വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് വൈസ് കംഫർട്ടറാണ്, സേഫ് കംഫർട്ടറാണ്, ആക്റ്റീവ് കംഫർട്ടറാണ്. ആക്റ്റീവ് കംഫർട്ടർ എന്ന് പറഞ്ഞാൽ അവൻ ഒരു കാര്യം തുടങ്ങി വെച്ചാൽ അത് പൂർത്തീകരിക്കും. He never attempt which he cannot accomplish. അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഹോളി സ്പിരിറ്റ് അറ്റംപ്റ്റ് ചെയ്യത്തില്ല. അവൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അക്കംപ്ലിഷ് ചെയ്യാൻ അറിയാം. ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ട്, he is the active comforter. കരകളെ അടിച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാവരും ദൈവത്തെ സ്തുതിക്കുക. Oh, Rabba Shandara, he is the ever-present comforter. He is the close helper. 46 സങ്കീർത്തനത്തിൽ എൻ്റെ കഷ്ടതയിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. He is the close helper in the midst of trouble. Hallelujah. ആ ആശ്വാസപ്രദനെ ഞാൻ നിങ്ങൾക്ക് തരികയാണ് പ്രിയപ്പെട്ടവരെ. പ്രതിസന്ധിയിലെ ആശ്വാസപ്രദനാണ്. ആമേൻ. സമയം ഹല്ലേലൂയ. ആമേൻ, സമാപ്തിയിലേക്ക് വരികയാ. 4ാമത്തെ വാഗ്ദത്തം അത്ഭുതത്തെക്കുറിച്ചുള്ള വാഗ്ദത്തമാണ്. അത്ഭുതം. കർത്താവ് പറഞ്ഞു 14-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ, ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. അത്ഭുതത്തിന്റെ വാഗ്ദത്തം. എന്നിൽ വിശ്വസിക്കുന്നവരോട് ചില അത്ഭുതങ്ങൾ നടക്കും. ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. ഞാൻ ചെയ്തതിലും അധികം ചെയ്യും എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. കർത്താവ് കടലിന് മീതെ നടന്നു, വീഞ്ഞാക്കി പച്ചവെള്ളം, അതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുമോ? ലാസറിനെ ഉയർപ്പിച്ചു, നമുക്കങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നുള്ള സംശയം നമുക്കുണ്ടാകാം. എന്നാൽ അധികം ചെയ്യുമെന്ന് പറഞ്ഞ പല അർത്ഥത്തിലാണ്. ഒന്ന്, കർത്താവ് യെരൂശലേമിൽ മാത്രം 120 മൈൽ വിസ്തൃതിയിൽ, ഹല്ലേലൂയ, കർത്താവ് 3.5 വർഷമേ ഉള്ളായത്. അപ്പം എല്ലാ അർത്ഥത്തിലും അധികം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭൂലോകത്തിൻ്റെ 5 വൻകരകളിലും. യേശു കർത്താവ് പാലസ്തീൻ, യെരൂശലേം, ഗലീല, ശമരിയ ആ സ്ഥലങ്ങളിൽ മാത്രമാണ്. പക്ഷേ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ലോകത്തിൽ. അപ്പോൾ ആ അർത്ഥത്തിൽ ജോഗ്രഫിക്കലായിട്ട് ഞാൻ ചെയ്തതിനേക്കാൾ അധികം വലിയത് കൂടുതൽ രാജ്യങ്ങളിൽ, കൂടുതൽ സ്ഥലങ്ങളിൽ നിങ്ങൾ പോകും. ഞാൻ 3.5 വർഷമേ ഉള്ളൂ, നിങ്ങൾക്ക് ഞാൻ അധികം സമയം തരികയാണ്. ആമേൻ, സ്തോത്രം. കഴിഞ്ഞ 2000 വർഷമായി അപ്പോസ്തലന്മാരിലൂടെ ലോകത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നു. അപ്പം ആ അർത്ഥത്തിലൂടെ നമ്മൾ ചിന്തിക്കണം. ആമേൻ, സമയത്തേക്കാൾ അധികം, 3.5 വർഷത്തേക്കാൾ അധികം. ഹല്ലേലൂയ. അത് ഭൂഖണ്ഡങ്ങളിൽ ഒക്കെ അനേകായിരങ്ങൾ, ഞാൻ ഒറ്റയ്ക്ക. പക്ഷെ നിങ്ങൾ അപ്പോസ്തലന്മാരെ അയക്കുമ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അധികം അത്ഭുതങ്ങൾ. ഇന്ന് രാത്രി പറയുന്നു, അത്ഭുതങ്ങൾ തീർന്നു പോയിട്ടില്ല. നിനക്ക് വേണ്ടി ഇന്ന് രാത്രിയിലും അവൻ അത്ഭുതം ചെയ്യാൻ ശക്തനാ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും, ഭൂതങ്ങൾ വിട്ടുപോകും. മരണകരമായ യാതൊന്ന് കുടിച്ചാലും അല്ല കടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. അവർ പുതുഭാഷകൾ സംസാരിക്കും. പാമ്പുകളെയും തേളുകളെയും
വാളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്ന യേശു കർത്താവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, അത്ഭുതം ചെയ്യുന്ന കർത്താവാണ്. ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തെ സ്തുതിച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ. അത്ഭുതത്തിന്റെ വാഗ്ദത്തം കർത്താവ് പറഞ്ഞു, നിങ്ങളിലൂടെ അത് സംഭവിക്കും, നിങ്ങളിലൂടെ അത് നടക്കും. പ്രിയപ്പെട്ടവരെ, എല്ലായ്പ്പോഴും ഹല്ലേലൂയ പാസ്റ്റർ വരണമെന്നില്ല, പാസ്റ്റർ വരേണ്ട സാഹചര്യങ്ങളൊക്കെ വരും. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചാലും ചില അത്ഭുതങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. രോഗശാന്തി വരെ പ്രാപ്തം തന്നെ വന്ന് കൈവെക്കണമെന്നില്ല. നിങ്ങളിലൂടെ വിശ്വസിക്കുന്നവരാൽ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവരിലൂടെ ദൈവം ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. അത്ഭുതത്തിൻ്റെ വാഗ്ദത്തം ഏറ്റവും ഒടുവിലായിട്ട് കർത്താവിൻ്റെ മടങ്ങിവരവിൻ്റെ പുനരാഗമനത്തിൻ്റെ വാഗ്ദത്തം, ആഗമനത്തിൻ്റെ വാഗ്ദത്തം. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകും, ഞാൻ വേഗം വരും, ഞാൻ വീണ്ടും വരും. ഞാൻ പൊളിവാക്ക് പറയല്ല, തമാശ പറഞ്ഞതല്ല. നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകണമല്ലോ, അതുകൊണ്ട് വെറുതെ അങ്ങ് പറയുകയാണോ? നോ, ഇല്ല, അങ്ങനെയല്ല. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാം വിശ്വസിക്കുക. ദൈവത്തെ വിശ്വസിക്കണം, ദൈവത്തിൻ്റെ വചനത്തെ അതുപോലെ വിശ്വസിക്കണം. 3, നമ്മുടെ പ്രാർത്ഥനകളെ നമ്മൾ വിശ്വസിക്കണം. ദൈവത്തെ വിശ്വസിക്കുന്നവർ വചനത്തെ വിശ്വസിക്കണം. വചനത്തിന് ദൈവത്തോളം വലിപ്പമുണ്ടെന്ന് വിശ്വസിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകളെ നമ്മൾ വിശ്വസിക്കണം. നമ്മൾ വെറുതെ പ്രാർത്ഥിക്കുകയല്ല. പൊട്ടക്കണൻ്റെ ഭാവ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുമെന്ന് തന്നെ വിശ്വസിക്കണം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഞാൻ വെറുതെ പറയല്ല, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാനിപ്പോൾ ക്രൂശിലേക്ക് പോകുക, അവിടെ നിങ്ങൾക്ക് സ്ഥലമൊരുക്കും. അത് കഴിഞ്ഞ് ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകും. ഞാൻ നിങ്ങൾക്ക് പട്ടണമൊരുക്കും, നഗരമൊരുക്കി ഞാൻ വേഗത്തിൽ കടന്നു വരും. ഹല്ലേലൂയ. ഈ അധ്യായത്തിൽ നമുക്കുടന്തകളെ കാണുവാൻ കഴിയുന്ന ആശ്വാസം, ഫൈൻഡിങ് പീസ് ഇൻ എ ട്രബിൾഡ് വേൾഡ്. കഷ്ടങ്ങൾ നിറഞ്ഞ ഒരു ലോകത്തിലാണ്. അതുകൊണ്ടാണ് ഈ മെസ്സേജ് കർത്താവ് അവസാനിപ്പിക്കുമ്പോൾ 16-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തിൽ കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറഞ്ഞത്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. In this world you will have tribulation, but hallelujah, ആമേൻ, നിങ്ങൾ ഭയപ്പെടണ്ട. You have peace in me. നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ട്. I overcame the world. ഞാൻ ലോകത്തെ ജയിച്ചു. Do not be afraid, take care എന്ന് കർത്താവ് പറഞ്ഞു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, ഞാൻ സാത്താനെ ജയിച്ചിരിക്കുന്നു, ഞാൻ പാപത്തെ ജയിച്ചിരിക്കുന്നു, ഞാൻ മരണത്തെ ജയിച്ചിരിക്കുന്നു എന്ന് രാത്രി ജയിച്ച കർത്താവ് പറയുക, നിങ്ങൾ ഭാരപ്പെടേണ്ട. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മടങ്ങി വരും. 4 കാര്യങ്ങൾ നമ്മെ ധൈര്യപ്പെടുത്തുന്നു. 1, യേശു ലോകത്തെയും കഷ്ടതയെയും പാപത്തെയും തിന്മയുടെ ശക്തിയെല്ലാം ജയിച്ചു. ജീസസ് ഓവർകെയിം ദ വേൾഡ്. അത് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കണം. 2, we have the Holy Spirit to help us. ആശ്വാസപ്രദം നമുക്കുണ്ട്. 3, we are not of this world. ഈ ലോകത്തിനുള്ളവരല്ല, we belong to Christ. ക്രിസ്തുവിനുള്ളവരാണ്. 4, there is eternal hope, heaven, home. നിത്യമായൊരു ഭവനം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. കർത്താവ് പറയുമ്പോൾ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. There are many rooms. ആമേൻ, നിങ്ങൾക്ക് സ്ഥലമുണ്ട്. There is a place. ചിലർ പറയും, പാസ്റ്ററെ, എന്നെ അവർ കൂട്ടുന്നില്ല, അല്ലെങ്കിൽ എന്നെ അവർ റിജക്റ്റ് ചെയ്യുന്നു. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ അറിയാം, സ്നാനപ്പെട്ടതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കും, കല്യാണത്തിന് വിളിക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ ചടങ്ങുണ്ടെങ്കിൽ വിളിക്കത്തില്ല, റിജക്റ്റ് ചെയ്യും. കർത്താവ് പറഞ്ഞു, ഐ ഹാവ് മെനി റൂംസ് പ്ലേസ് ഫോർ യു. നിനക്ക് വേണ്ടി എനിക്ക് എൻ്റെ ഭവനത്തിൽ സ്ഥലമുണ്ട്. കർത്താവ് കന്യാമറിയത്തിൻ്റെ ഉദരത്തിൽ കിടക്കുമ്പോൾ യെരൂശലേമിലെ മരം കൊച്ചുന്ന തണുപ്പിൽ എവിടെയോ ഒരു മണത്തണലിൽ അവരെ ഗർഭിണിയായ നിറവയറുമായി നിൽക്കുന്നതായ സ്ത്രീയെ അവിടെ ആക്കിയിട്ടാണ് ജോസഫ് അവിടെ എല്ലാം പരതി നടക്കുന്നത്. വഴിയമ്പലത്തിൽ ചെന്ന് ചോദിച്ചു, എൻ്റെ ഭാര്യയ്ക്കൊന്ന് പ്രസവിക്കാനായി ഇച്ചിരി സ്ഥലം തരാമോ? നമ്മുടെ നാട്ടിലെ ഏത് വിഷക്കാരനും അത് വിഷക്കാരിക്ക് ഒന്ന് പ്രസവിക്കണമെങ്കിൽ ഗവൺമെൻറ് ആശുപത്രിയുടെ വരാന്തെങ്കിലും കിട്ടും. ഈ ഭൂവനം മുഴുവൻ ചമച്ചവൻ, ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയവൻ, ഉണ്ടാകട്ടെ എന്ന് ഉച്ചാരണം കൊണ്ട് ഉലകം ഉരുവാക്കിയ യേശു ക്രിസ്തുവിനെ ദൈവപുത്രനെ പിറന്നു വീഴാൻ അവർ സ്ഥലം കൊടുത്തില്ല. വഴിയമ്പലക്കാരൻ പറഞ്ഞു, നോ, ഇവിടെ സ്ഥലമില്ല. ഇത് മറിയത്തിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിതൊക്കെ അറിയാം, ദൈവപുത്രൻ എന്നുള്ള നിലയിൽ ഹീനോസ് എല്ലാം അറിയാം. പക്ഷെ മനുഷ്യത്വത്തിൽ മെഡിക്കൽ സയൻസ് പറയുന്നതാണല്ലോ, ഗർഭസ്ഥ ശിശു
ലോകത്ത് ഇത് ചുറ്റും എൻവയോൺമെൻറ്റ് സഞ്ചരിക്കുന്ന ആ സ്ത്രീ കടന്നു പോകുന്ന എല്ലാ സമ്മർദ്ദങ്ങളും ആ കുഞ്ഞിനെ ബാധിക്കും. കുഞ്ഞിനെ അറിയാം, കുഞ്ഞ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് എക്സാക്ട് നമുക്കത് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ മറിയത്തിൻ്റെ വയറ്റിൽ കർത്താവ് കിടക്കുമ്പോൾ ജോസഫ് ഇങ്ങനെ സ്ഥലം ചോദിച്ച് നടക്കുക. ആ മേഖല സ്ഥലം ആരും കൊടുക്കുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് സ്ഥലമില്ലെന്നാണ് പറയുന്നത്. ആ കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്കാരും സ്ഥലം തന്നില്ലെങ്കിലും എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്ക് സ്ഥലമുണ്ട്. എത്ര പേർക്ക് ഇതിൻ്റെ ആഴം പിടികിട്ടി? ഹല്ലേലൂയ. നിനക്ക് എൻ്റെ ഹൃദയത്തിൽ സ്ഥലമുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ സ്ഥലമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു. രാത്രി കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുക. ആ ഭവനത്തെക്കുറിച്ചൊക്കെ പ്രസംഗിക്കാൻ ഒത്തിരി സമയം വേണം. പക്ഷെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നാസയിലെ ശാസ്ത്രജ്ഞന്മാർ ആ നഗരത്തെയൊക്കെ അവർ ഇങ്ങനെ അവരുടെ ആ ഉപകരണമൊക്കെ വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ നോർത്തേൺ നെബൂല, നോർത്ത് പോൾ ശൂന്യമായി കിടക്കുന്നു. ആ ശൂന്യമായ ഹൈവേ, ഭയങ്കരമായ ആ വഴി അങ്ങേ അറ്റത്ത് അവർക്ക് വ്യക്തമല്ല, ക്ലാരിറ്റി ഇല്ല. പക്ഷെ അവർ പറയുന്നത് ഇങ്ങനെ, നാസയിലെ ശാസ്ത്രജ്ഞന്മാർ അവരുടെ ഉപകരണത്തിലൂടെ ആ ടെലിസ്കോപ്പിൽ കൂടെ നോക്കിയപ്പോൾ ആ നോർത്ത് പോൾ ശൂന്യമായി കിടക്കുന്നു, നോർത്തേൺ നെബൂല ശൂന്യമായി കിടക്കുന്നു. അതിൻ്റെ അങ്ങേ അറ്റത്ത് എന്തോ ഒരു വെണ്ണക്കല്ല് പോലെ, ഒരു ഭയങ്കരമായ ഒരു കൊട്ടാരം പോലെ, ഒരു മാർബിൾ സൗധം പോലെ, എന്താണെന്ന് വ്യക്തമല്ല, അവർ കാണുന്നുണ്ട് എന്നാണ്. പക്ഷെ ഇന്ന് രാത്രി നമുക്കറിയാം, നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കാൻ പോകുക, ഞാൻ വരാം. ഇത് വെറുതെ പറയുന്നതല്ല. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വാഗ്ദത്തം നമുക്ക് ഏറ്റെടുക്കാം. ആശ്വസിപ്പിക്കുന്ന വാഗ്ദത്തം. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, മനസ്സ് ശാന്തമാക്കൂ. ഓ, ദൈവത്തിൽ വിശ്വസിക്കൂ. ഹല്ലേലൂയ. ഓ, നിങ്ങൾ അനാഥരല്ല. സ്തോത്രം. എൻ്റെ ആത്മാവ് കാര്യസ്ഥൻ നിങ്ങളുടെ കൂടെയുണ്ട്. പ്രതിസന്ധികളിൽ നിങ്ങളിലൂടെ അത്ഭുതങ്ങൾ നടക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആഗമനം മടങ്ങി വരും സ്ഥലമൊരുക്കി. പുനരാഗമനത്തിൻ്റെ വാഗ്ദത്തം, ആശ്വാസത്തിൻ്റെ വാഗ്ദത്തം, അത്ഭുതത്തിൻ്റെ വാഗ്ദത്തം, അനാഥരല്ല എന്ന വാഗ്ദത്തം, ആത്മാവിൻ്റെ വാഗ്ദത്തം, ആഗമനത്തിൻ്റെ വാഗ്ദത്തം. അവൻ്റെ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിക്കുക. എഴുന്നേൽക്ക്, എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കുക. സഹോദരന്മാർ വേഗം വന്നാട്ട്. ഹല്ലേലൂയ. നമുക്ക് കർത്താവിനെ ഹല്ലേലൂയ. സമയം അല്പം മുൻപോട്ട് പോയി എന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. വേഗത്തിൽ ഒരു ചരണം പാടി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ആരും കാഴ്ചക്കാരായി കേൾവിക്കാരായിട്ടല്ല. കർത്താവ് ഇന്ന് രാത്രി നിങ്ങളെ സ്പർശിക്കുന്ന രാത്രിയാണ്. അവൻ്റെ കരം നിങ്ങളുടെ മേൽ വയ്ക്കുന്ന രാത്രിയാണ്. വാഗ്ദത്തങ്ങളെ ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ നമുക്ക് പ്രാപിക്കാം യേശുവിൻ്റെ നാമത്തിൽ. ഓ, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കുക. ഗ്ലോറി ടു ഗോഡ്. താങ്ക് യു ലോർഡ്. ഇന്ന് രാത്രി യേശു സമാധാനവും വിടുതലും നൽകുന്ന കർത്താവ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ? എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ? എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും
വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യേശു കർത്താവിന്റെ നാമത്തിൽ കലകരുത്, ദൈവത്തിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. നാഥരല്ല, ഞാൻ തന്നെ ആശ്വസിപ്പിക്കുന്നു. കർത്താവ്, ഇന്ന് രാത്രിയിൽ എനിക്കൊരു ആശ്വാസം, ഒരു സമാധാനം, സൗഖ്യം, വിടുതൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി വലതുകരം ഉയർത്തിപ്പിടിച്ചാട്ട് ആമേൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തിയാണ് അനേക കരങ്ങൾ രാത്രിയിൽ സൗഖ്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ആശ്വാസത്തിനായി, വിടുതലായി ഉയർന്നിരിക്കുന്നു. കർത്താവേ, നിന്റെ കൃപ വ്യാപരിക്കട്ടെ. കടന്നു വന്ന് ഭാരത് ഇന്ന് രാത്രി നീങ്ങിപ്പോകട്ടെ. തോളിന് ചുമടുകൾ നീങ്ങട്ടെ, കൈകൾ കൊട്ടമിട്ടൊഴിയട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, അസ്ഥികളിൽ, മജ്ജകളിൽ, നാഡീ ഞരമ്പുകളിൽ, രക്തധമനിയിൽ, ഹാർട്ടിന്റെ മേൽ ഇന്ന് രാത്രിയിൽ എല്ലാ അവയവങ്ങളുടെ മേൽ സൗഖ്യം വ്യാപരിക്കട്ടെ. രോഗശക്തികൾ നിർവീര്യമാകട്ടെ. അടിപ്പിണറുകളിൽ സൗഖ്യമുള്ളതിനാൽ സ്തോത്രം. വിടുതലോടെ ജനത്തെ അയക്കും യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചന ഇന്ന് രാത്രിയിൽ അറിയിച്ച കർത്താവിൻ്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ശക്തമായ ദൈവികാലോചന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരിശുശ്രൂഷ അവസാന സമയങ്ങളിൽ കാൽവറി ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പായി തൻ്റെ ജനത്തിന് നൽകിയ, അമ്മേ ശിഷ്യന്മാർക്ക് പ്രത്യേകം നൽകിയ മഹത്തായ 5 വാഗ്ദത്തങ്ങളെക്കുറിച്ച് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ ഒരു നിമിഷം നമ്മളെ സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകളെ ദിവസത്തെ നമ്മൾ കടയ്ക്കാം. ഒരു നിമിഷം നമ്മെ അമ്മേ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിച്ച അതേ കർത്താവ് നമ്മളൊളി ചെയ്തത് അവിടുത്തെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുകയാണ്. അമ്മേ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അമ്മേൻ സ്തോത്രം. ഞാൻ പിതാവിനോട് അപേക്ഷിക്കും, അവിടുന്ന് സത്യത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് വേണ്ടി അയക്കും. നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ നടക്കും. സ്തോത്രം. എന്നിട്ട് കർത്താവ് പറയുക, അതേ മടങ്ങി വരവിൻ്റെ ഒരു വാഗ്ദത്തം. ഞാൻ മടങ്ങി വരും, ഞാൻ മടങ്ങി വരും. കേൾക്കപ്പെട്ട വചനത്തിനും ഭാഗം നമ്മെ സമർപ്പിച്ച് നാം പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പ്രിയ തമ്പി പാസ്റ്റർ മുമ്പോട്ട് കടന്നു വന്ന പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹീതമായ രാത്രിക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ അഭിഷിക്തദാസനിലൂടെ നീ ഞങ്ങളെ കേൾപ്പിച്ച അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിനായി നന്ദിയോടെ 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 ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണല്ലോ. ഇന്ന് രാത്രിയിലും നിരാശയോടെ വന്നവരെ, ഭാരത്തോടെ വന്നവരെ, കർത്താവേ, രോഗികളായി വന്നവരെ സമാധാനത്തോടെ അയപ്പാൻ ആ വചനം ക്രിയ ചെയ്യുന്നതിനായി നന്ദിയോടെ സ്തോത്രം. മനുഷ്യവചനമായിട്ടല്ല, സാക്ഷാലാകുന്ന ദൈവവചനമായി തന്നെ ഏറ്റെടുത്ത് അത് കർത്താവെ വിശ്വസിച്ച് അവരിൽ അത് രക്ഷയായി, സമാധാനമായി, സന്തോഷമായി, ആശ്വാസമായി പരിണമിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന് അരുളിച്ചത് ദൈവമേ, ഇന്ന് രാത്രിയിൽ വഴി ഹോൾ വിട്ട് നിന്റെ കുഞ്ഞുങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം, അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ച് മടങ്ങിപ്പോകുവാനിടയാക്കണം. ഞങ്ങളതിനായി പ്രാർത്ഥിക്കുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നുവെന്ന് അരുളിച്ചത് ദൈവമേ, അങ്ങയുടെ സമാധാനം പ്രാപിച്ച് മടങ്ങിപ്പോകുവാൻ ഇടയാക്കണമേ കർത്താവേ. ഹല്ലേലൂയ. വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുക എന്നുള്ള ഇമ്പശബ്ദം പുറകിൽ നിന്ന് കേൾപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തോടെ നിന്റെ കുഞ്ഞുങ്ങൾ മടങ്ങിപ്പോകട്ടെ കർത്താവേ. എല്ലാറ്റിലും ഉപരിയായി ഹല്ലേലൂയ, എല്ലാ നാളും കൂടെ ഇരിക്കുന്ന കർത്താവ്, ഹല്ലേലൂയ, കർത്താവെ, ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ വാഗ്ദത്തം, ഞാൻ വീണ്ടും വരും, നിങ്ങളെ ചേർത്തുകൊള്ളുമെന്ന് അരുളി ചെയ്ത ആ വാഗ്ദത്തത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മടങ്ങിപ്പോകുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് ആത്മീയ വർധനവ് വരുത്തുവാനും ഭൂലോകത്തിലെ സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന അങ്ങിലും അങ്ങയുടെ കൃപയുടെ വചനത്തിലും എല്ലാവരെയും ഭരമേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചന ശുശ്രൂഷിച്ച നിന്റെ ദാസനായി സ്തോത്രം. കർത്താവെ, ബലപ്പെടുത്തിയല്ലോ, നന്ദിയോടെ സ്തുതിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും ശക്തമായി അങ്ങയുടെ വചനം കർത്താവെ ശക്തിയോടെ പ്രഘോഷിപ്പാൻ നിന്റെ ദാസന് കർത്താവെ ശാരീരിക ബലവും ആരോഗ്യവും കർത്താവെ പരിശുദ്ധാത്മാവിന്റെ നിയോഗവും നൽകി സഹായിക്കണം. ദൈവസഭയെ ഈ കൺവെൻഷനിലൂടെ കർത്താവെ പുതിയൊരളവിലേക്ക് നിന്നോട് അടുപ്പിക്കുവാൻ കർത്താവ് സഹായിക്കണം. അതിനായി പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും, യുവാക്കളായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, പിഞ്ചു
കുഞ്ഞുങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ കർത്താവെ. കൗൺസിലിനായി പ്രാർത്ഥിക്കുന്നു. ഇത് കർത്താവെ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അഭിഷേകത്തോടെ പുത്തൻ ബലത്തോടെ ഈ നാളുകളിൽ സഭയെ നയിപ്പാനുള്ള പ്രത്യേക കൃപ പകർന്ന് സഹായിക്കണം. ഞങ്ങളതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഗാനങ്ങൾ ആലപിക്കുന്ന കൊയറിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ കുഞ്ഞുങ്ങൾ പാടുമ്പോൾ കർത്താവെ ആത്മാവിന്റെ ശക്തി ഈ ഹോളിൽ വ്യാപരിക്കേണ്ടതിനായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഇന്ന് ഞങ്ങളെ അനുഗ്രഹത്തോടെ മടക്കി അയക്കുന്നതിനായി സ്തോത്രം. എത്തേണ്ട ഭവനങ്ങളിൽ സുരക്ഷിതരായി ചെന്നേരുവാൻ സഹായിക്കണം. രാത്രികാലം നല്ല നിദ്രയെ നൽകണം. പ്രഭാതത്തിൽ ബലത്തോടെ എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന ഘട്ടത്തേക്കായി സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ആശീർവാദം കൈക്കൊള്ളാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസം നാം എല്ലാവരോടും നമ്മുടെ ഓരോ കുടുംബങ്ങളോടും ലോകത്തെമ്പാടുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരുവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രിയിലും ജയം നൽകിയ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ, ആമേൻ. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ വൈകിട്ട് കൃത്യം 8 മണിക്ക് തന്നെ ഇവിടെ വെച്ച് നമുക്ക് നമ്മുടെ കൺവെൻഷൻ ഉണ്ടായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും കൃത്യസമയത്ത് കടന്നു വരുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.